Good morning students. Welcome to a dream classroom. ഇന്ന് നമ്മൾ സോഷ്യോളജി ഓഫ് ഇന്ത്യ സെക്കൻഡിലെ ബ്ലോക്ക് സെക്കൻഡിലെ യൂണിറ്റ് 10 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോഷ്യോളജി ഓഫ് ഇന്ത്യ സെക്കൻഡ് ബ്ലോക്ക് സെക്കൻഡ് യൂണിറ്റ് 10. ചാപ്റ്ററിന്റെ പേര് വുമൺസ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സ്ത്രീ പ്രസ്ഥാനങ്ങൾ. ഇന്ത്യയിലെ സ്ത്രീ പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് പറയാനുള്ളത്. നമ്മൾ എത്നിക് മൂവ്മെന്റ് മനസ്സിലാക്കി, പെസന്റ് മൂവ്മെന്റ് മനസ്സിലാക്കി, ദളിത് മൂവ്മെന്റ് മനസ്സിലാക്കി. ഇനി നമ്മൾക്ക് എടുക്കാനുള്ളത് വുമൺസ് മൂവ്മെന്റ് ആണ്, സ്ത്രീ പ്രസ്ഥാനങ്ങളാണ്. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ, ഇന്ത്യൻ സൊസൈറ്റിയിൽ ഒരുപാട് ചൂഷണങ്ങൾ ഏറ്റുവാങ്ങിയവരായിരുന്നു സ്ത്രീകൾ. സ്ത്രീ സമത്വത്തിന്റെ പേരിലും അതേപോലെ തന്നെ ജെൻഡർ ഡിഫറൻസിന്റെ പേരിലൊക്കെ ഒരുപാട് അൺഈക്വാലിറ്റി, അസമത്വങ്ങൾ ഫേസ് ചെയ്ത വ്യക്തികളായിരുന്നു ഇന്ത്യയിലെ സ്ത്രീകൾ. മാത്രമല്ല, ഒരുപാട് ദുരാചാരങ്ങളും ഫേസ് ചെയ്തിരുന്നു. അപ്പോ ആ സ്ത്രീകൾക്ക് വേണ്ടിയും ആ സ്ത്രീകളുടെ മുന്നേറ്റത്തിന് വേണ്ടിയും ചില പ്രസ്ഥാനങ്ങൾ ഉടലെടുത്തു. അതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ ഡിസ്കഷൻ നടത്താൻ പോകുന്നത്. അതില് ഫസ്റ്റ് ടോപ്പിക് ആണ് വുമൺസ് മൂവ്മെന്റ്, എ വേരിയന്റ് ഓഫ് സോഷ്യൽ മൂവ്മെന്റ്. സ്ത്രീ പ്രസ്ഥാനം സാമൂഹിക പ്രസ്ഥാനത്തിന്റെ ഒരു രൂപം. വുമൺ മൂവ്മെന്റ് ആൻഡ് വേരിയന്റ് ഓഫ് സോഷ്യൽ മൂവ്മെന്റ്. സ്ത്രീ പ്രസ്ഥാനം സാമൂഹിക പ്രസ്ഥാനത്തിന്റെ ഒരു രൂപം. ഇപ്പൊ സോഷ്യൽ മൂവ്മെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണങ്ങളെ കുറിച്ചൊക്കെയാണ് ഈ ഒരു യൂണിറ്റിലൂടെ വ്യക്തമാക്കുന്നത്. ശ്രദ്ധിക്കൂ, എന്തുകൊണ്ടാണ് വുമൺ മൂവ്മെന്റ് വേരിയന്റ് ഓഫ് സോഷ്യൽ മൂവ്മെന്റ് എന്ന് പറയാനുള്ള കാരണം എന്ന് നമുക്ക് പരിശോധിക്കാം. സ്ത്രീ പ്രസ്ഥാനം എങ്ങനെയാണ് ഒരു സാമൂഹിക പ്രസ്ഥാനമായി മാറിയത് എന്ന് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം എന്നും നമുക്ക് പരിശോധിക്കാം. സ്ത്രീ പ്രസ്ഥാനം ഒരു സോഷ്യൽ മൂവ്മെന്റ് ആയി മാറണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അല്ലെ, ഫസ്റ്റ് പോയിന്റിലേക്ക് കടക്കാം. Social movement is a collective effort to bring change or resist injustice. അതായത് സാമൂഹിക പ്രസ്ഥാനം മാറ്റം കൊണ്ടുവരാനോ അനീതിക്കെതിരെ പ്രതിരോധിക്കാനോ നടത്തുന്ന ഒരു കൂട്ടമായ ശ്രമമാണ്. അതുകൊണ്ടാണ്, അതായത് സോഷ്യൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? മാറ്റം കൊണ്ടുവരാനും അനീതിക്കെതിരെ പ്രതിരോധിക്കാനും നടത്തുന്ന കൂട്ടമായ ഒരു ശ്രമമാണ്. അതുകൊണ്ടാണ് വുമൺ മൂവ്മെന്റ് എന്താണ് എന്ന് പറയാനുള്ള കാരണം, ഒരു സോഷ്യൽ മൂവ്മെന്റ് ആണ് എന്ന് പറയാനുള്ള കാരണം. സോഷ്യൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? മാറ്റം കൊണ്ടുവരാനും അനീതിക്കെതിരെ പ്രതിരോധം നടത്താനുമുള്ള ഒരു ശ്രമമായിട്ടാണ് സോഷ്യൽ മൂവ്മെന്റിനെ കാണുന്നത്. അതുകൊണ്ടാണ് വുമൺസ് മൂവ്മെന്റ് എന്തുപോലെയാണ്, സോഷ്യൽ മൂവ്മെന്റ് പോലെയാണ് എന്ന് പറയാനുള്ള കാരണം. It is based on people perception of inequality, injustice or oppression. അസമത്വം, അനീതി, പീഡനം എന്നിവയുടെ ബോധ്യത്തിലാണ് സാമൂഹിക പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുന്നത്. അപ്പോ സോഷ്യൽ മൂവ്മെന്റുകൾ രൂപപ്പെടുന്നതും എന്തിലൂടെ തന്നെയാണ്? പലതരത്തിലുള്ള അസമത്വത്തിനെതിരെയും അനീതിക്കെതിരെയും ഒപ്രഷൻ, പീഡനത്തിനെതിരെയുമാണ് സോഷ്യൽ മൂവ്മെന്റുകൾ രൂപം കൊണ്ടത്. ഈ സോഷ്യൽ മൂവ്മെന്റുകൾ ഏതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? വുമൺസ് മൂവ്മെന്റിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. And the next point, social movement use protest, confrontation and conflict to highlight issue. അതേപോലെ പ്രശ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ പ്രതിഷേധം, ഏറ്റുമുട്ടൽ തുടങ്ങിയ മാർഗങ്ങൾ ഉപയോഗിച്ചിരുന്നു. അപ്പൊ സോഷ്യൽ മൂവ്മെന്റ് യൂസ് പ്രൊട്ടസ്റ്റ്, കൺഫ്രണ്ടേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് ടു ഹൈലൈറ്റ് ഇഷ്യൂ. പലതരത്തിലുള്ള പ്രശ്നങ്ങളെ എടുത്തു കാണിക്കുന്നതിന് വേണ്ടി പ്രതിഷേധവും ഏറ്റുമുട്ടൽ തുടങ്ങിയ മാർഗങ്ങൾ ഏതിലൂടെ ഉപയോഗിച്ചിരുന്നു? സോഷ്യൽ മൂവ്മെന്റിലൂടെ ഉപയോഗപ്പെടുത്തിയിരുന്നു. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, എയിം ടു ബ്രിങ് ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ഇൻ അൺഈക്വൽ ആൻഡ് ഒപ്രസീവ് സോഷ്യൽ സ്ട്രക്ചർ. അസമത്വം, പീഡനമുള്ള സാമൂഹിക ഘടനയിൽ മാറ്റം വരുത്തുകയാണ് ഇതിന്റെ ലക്ഷ്യം. എയിം ടു ബ്രിങ് ക്വാളിറ്റേറ്റീവ്, ഒരു ഗുണം, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള മാറ്റം എന്തിൽ? അൺഈക്വൽ ആൻഡ് ഒപ്രസീവ് സോഷ്യൽ സ്ട്രക്ചർ. അസമത്വവും പീഡനവും നിലനിൽക്കുന്ന സാമൂഹിക ഘടനയിൽ ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള മാറ്റമായിരുന്നു ഇത് ലക്ഷ്യം വഹിച്ചത്. Women movement, at the point, women movement
ആൻ ഇമ്പോർട്ടന്റ് വേരിയന്റ് ഓഫ് സോഷ്യൽ മൂവ്മെന്റ്. അതുകൊണ്ട് തന്നെ സ്ത്രീ പ്രസ്ഥാനം സോഷ്യൽ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രധാന രൂപമാണ് എന്ന് പറയുന്നത്. വുമൺ മൂവ്മെന്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് വേരിയന്റ് ഓഫ് സോഷ്യൽ മൂവ്മെന്റ്. സ്ത്രീ പ്രസ്ഥാനങ്ങൾ സോഷ്യൽ മൂവ്മെന്റിന്റെ ഒരു രൂപമാണ് എന്ന് ഈ കാരണങ്ങൾ കൊണ്ടാണ് പറയുന്നത്. ഇറ്റ് ഫോക്കസ് ഓൺ വുമൺ റൈറ്റ്, ഈക്വാലിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. സ്ത്രീകളുടെ അവകാശങ്ങൾ, സമത്വം, സാമൂഹിക നീതി എന്നിവയാണ് ഇവിടെ പ്രധാന ലക്ഷ്യം. ഇറ്റ് ഫോക്കസ് ഓൺ വുമൺ റൈറ്റ്, ഈക്വാലിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. അപ്പോ വുമൺ മൂവ്മെന്റ് ഏതിന്റെ രൂപമാണ്? സോഷ്യൽ മൂവ്മെന്റിന്റെ പ്രതിരൂപമാണ്. ഞാൻ പറയാനുള്ള കാരണം എന്താണ്? വുമൺ മൂവ്മെന്റ് എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? വുമൺ റൈറ്റ്, ഈക്വാലിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. സ്ത്രീകളുടെ അവകാശങ്ങളും സമത്വവും നീതിയും സാമൂഹിക നീതിയുമാണ് വുമൺ മൂവ്മെന്റ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് വുമൺ മൂവ്മെന്റ് എന്തിന്റെ പ്രതിരൂപമാണ്? സോഷ്യൽ മൂവ്മെന്റിന്റെ പ്രതിരൂപമാണ് എന്ന് പറയാനുള്ള കാരണം. Earlier studies were focused more on tribal, peasant and worker movement. Women movement was neglected. അതേപോലെ തന്നെ ഇന്ത്യയിൽ ജാതി, വർഗം, മതം, വംശം എന്നിവയെ ആശ്രയിച്ച് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാ പറയുന്നത്. അപ്പോ earlier studies were focused more on tribal, peasant and worker movement. Women movement was neglected. അതായത് ഇന്ത്യയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പല മേഖലകളിലും പല രീതിയിലായിരുന്നു. അതായത് ജാതിയുടെ പേരിലും വർഗത്തിന്റെ പേരിലും മതത്തിന്റെ പേരിലും വംശത്തിന്റെ പേരിലും ഒക്കെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ വളരെയധികം വ്യത്യാസപ്പെട്ടതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അത് മാത്രല്ല പിന്നെ earlier studies were focused more tribal, peasant and worker movement. Women movement was neglected. ഗോത്ര കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളുടെ പ്രസ്ഥാനങ്ങൾ അവഗണിക്കുകയാണ് ചെയ്തിരുന്നത്. earlier studies were focused more on tribal, peasant and worker movement. ട്രൈബൽസിന്റെയും പെസൻസിന്റെയും വർക്കേഴ്സിന്റെയും പ്രസ്ഥാനങ്ങൾക്കാണ് ഒരു കാലഘട്ടത്തിൽ പ്രാധാന്യം കൊടുത്തത്. സ്ത്രീ പ്രസ്ഥാനത്തിന് വലിയ നെഗ്ലക്റ്റഡ് എന്ന് പറയുന്നത് വലിയ പ്രാധാന്യമൊന്നും കൽപ്പിച്ചിരുന്നില്ല. In India, women problem differ based on caste, class, religion and ethnicity. ഇന്ത്യയിൽ ജാതിയുടെ പേരിലും വർഗത്തിന്റെ പേരിലും മതത്തിന്റെ പേരിലും വംശത്തിന്റെ പേരിലും സ്ത്രീകൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. Majority of Indian women lived in rural area. മാത്രല്ല ഒരു ഭൂരിഭാഗം സ്ത്രീകളും ഗ്രാമപ്രദേശങ്ങളിലാണ് താമസിച്ചിരുന്നത്. And last point, development and social change affect different group of women differently. വികസനവും സാമൂഹിക മാറ്റവും സ്ത്രീകളെ വ്യത്യസ്തമായി ബാധിച്ചിരുന്നു. ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ ചേഞ്ച്, വികസനവും സോഷ്യൽ ചേഞ്ചും സ്ത്രീകളെ വ്യത്യസ്തമായിട്ടാണ് ബാധിച്ചിരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് വുമൺ മൂവ്മെന്റിനെ ഏതായിട്ട് പറയുന്നത്, ഏതിന്റെ രൂപമാണ് എന്ന് പറയാനുള്ള കാരണം സോഷ്യൽ മൂവ്മെന്റ് സാമൂഹിക പ്രസ്ഥാനത്തിന്റെ ഒരു രൂപമാണ് വുമൺ മൂവ്മെന്റ് എന്ന് പറയാനുള്ള കാരണം. അതായത് വുമൺ മൂവ്മെന്റ് സോഷ്യൽ മൂവ്മെന്റിന്റെ ഒരു പ്രതിരൂപമാണ് എന്ന് പറയാനുള്ള കാരണം ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ്. ഇപ്പൊ പോയിന്റുകൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഇനി നമ്മൾക്ക് എടുക്കാനുള്ളത് വലിയൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അതായത് വുമൺ റിഫോം മൂവ്മെന്റ് ആൻഡ് വുമൺ ഇഷ്യൂ ഇൻ ദ 19th ആൻഡ് ഏർലി 20th സെഞ്ചുറി. 19-20 നൂറ്റാണ്ടുകളിൽ ഉണ്ടായിട്ടുള്ള സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത്. അതിൽ നമുക്ക് ബ്രഹ്മ സമാജ്, പ്രാർത്ഥനാ സമാജ്, ആര്യ സമാജ്, മുസ്ലിം വുമൺ ആൻഡ് സോഷ്യൽ റിഫോം, ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കഷൻ നടത്താനുള്ളത്. അതിലേക്ക് നമുക്ക് കടക്കാം കേട്ടോ. ഹായ് സ്റ്റുഡൻസ്, അപ്പം നമ്മൾ ഈ ഒരു യൂണിറ്റിലെ അടുത്ത ടോപ്പിക്കിലേക്കാണ് കിടക്കുന്നത്. റിഫോം മൂവ്മെന്റ് ആൻഡ് വുമൺ ഇഷ്യൂസ് ഇൻ ദ 19th ആൻഡ് ഏർലി 20th സെഞ്ചുറി. റിഫോം മൂവ്മെന്റ് ആൻഡ് വുമൺ ഇഷ്യൂ, അതായത് സ്ത്രീകളുടെ പ്രശ്നങ്ങളെ കുറിച്ചുള്ള റിഫോമുകൾ, സ്ത്രീ പ്രശ്നങ്ങളെ കുറിച്ചുള്ള മൂവ്മെന്റുകളും ഏർലി 19th ആൻഡ് 20th സെഞ്ചുറി 19-20 നൂറ്റാണ്ടുകളിൽ സ്ത്രീകളുടെ
സ്ത്രീ ഇഷ്യൂസുകൾ തരണം ചെയ്യുന്നതിന് വേണ്ടി രൂപം കൊണ്ട പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങൾ എന്ന് പറയും. റീഫോം മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങൾ. അപ്പോൾ സ്ത്രീകളുടെ ഇഷ്യൂസിനെതിരെ ഉയർന്നു വന്ന സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് 19-ാം നൂറ്റാണ്ടിലെയും 20-ാം നൂറ്റാണ്ടിലെയും സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കഷൻ നടത്തുന്നത്. നമുക്കറിയാം, ഇൻ ദ 19th century ദ പൊസിഷൻ ഓഫ് വുമൺ വാസ് വെരി ലോ. 19-ാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ പൊസിഷൻ, നില എന്ന് പറയുന്നത് വളരെയധികം താഴ്ന്നതായിരുന്നു. വളരെ മോശമായ സാഹചര്യങ്ങൾ ഏറ്റുവാങ്ങിയവരായിരുന്നു സ്ത്രീകൾ. അതുകൊണ്ട് തന്നെ 19th centuryയിലെ വുമൺ പൊസിഷൻ എന്ന് പറയുന്നത് വളരെയധികം ലോ ആയിരുന്നു, തരം താണതായിരുന്നു. ഈവിൾ പ്രാക്ടീസസ് ലൈക്ക് സതി, ചൈൽഡ് മാരേജ്, അതേപോലെ ബാൻ ഓൺ വിഡോവ് റീമാരേജ് ആൻഡ് പോളിഗമി എക്സിസ്റ്റഡ്. എന്തൊക്കെയായിരുന്നു അന്ന് സ്ത്രീകൾ നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ? സതി എന്ന് പറഞ്ഞാല് ഭർത്താവിന്റെ ചിതയിലേക്ക് ഭാര്യ ചാടി മരിക്കുന്ന ആ അവസ്ഥയാണ് സതി എന്ന് പറയുക. അപ്പോ സതി, ചൈൽഡ് മാരേജ്, അതേപോലെ ബാലവിവാഹം, വിഡോവ് റീമാരേജ് വിധവാ വിവാഹ നിരോധനം, അതേപോലെ ബാൻ ഓൺ വിഡോവ് റീമാരേജ് പറഞ്ഞാല് വിധവാ വിവാഹ തടയൽ, ആൻഡ് പോളിഗമി, അതേപോലെ തന്നെ പത്നിത്വം തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾ ഫേസ് ചെയ്തിരുന്നു. അപ്പോൾ 19-20 നൂറ്റാണ്ടുകളില് സ്ത്രീകൾ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിരുന്നു. 19-ാം നൂറ്റാണ്ടിലെ സ്ത്രീകളുടെ പൊസിഷൻ എന്ന് പറയുന്നത് വളരെയധികം ലോ ആയിരുന്നു. അവർ നേരിട്ടിരുന്ന പ്രശ്നങ്ങളായിരുന്നു സതി, ചൈൽഡ് മാരേജ്, ബാൻ ഓൺ വിഡോവ് റീമാരേജ് ആൻഡ് പോളിഗമി, ബഹുഭാര്യത്വം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ ഫേസ് ചെയ്തിരുന്നു. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആൻഡ് ദി വെസ്റ്റേൺ ഐഡിയ ലെഡ് ടു സോഷ്യൽ റിഫോം മൂവ്മെന്റ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും പാശ്ചാത്യ ആശയങ്ങളും സ്ത്രീകളുടെ സാമൂഹ്യ പരിഷ്കരണത്തിന് കാരണമായി. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആൻഡ് വെസ്റ്റേൺ ഐഡിയാസ് ലെഡ് ടു സോഷ്യൽ റിഫോം മൂവ്മെന്റ്. മെയിൻ എയിം വാസ് ടു ഇംപ്രൂവ് വുമൺ സ്റ്റാറ്റസ് ആൻഡ് പ്രൊമോട്ട് വുമൺ എഡ്യൂക്കേഷൻ. അങ്ങനെ സ്ത്രീകളുടെ സ്ഥാനം മെച്ചപ്പെടുകയും വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതോടുകൂടിയാണ്. അപ്പം മെയിൻ എയിം വാസ് ഇംപ്രൂവ് വുമൺ സ്റ്റാറ്റസ്, പ്രൊമോട്ട് വുമൺ എഡ്യൂക്കേഷൻ. സ്ത്രീകളുടെ പദവി ഉയർത്തുകയും വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഏർലി റിഫോം മൂവ്മെന്റ് വേർ ലെഡ് മെയിൻലി ബൈ മെയിൽ റിഫോം. ആദ്യകാല പരിഷ്കാര പ്രസ്ഥാനം പുരുഷ പരിഷ്കർത്താക്കളാണ് നയിച്ചിരുന്നത്. സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ആദ്യം ആരായിരുന്നു? പുരുഷന്മാരായിരുന്നു എന്നാണ് പറയണത്. സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തതും ആരെന്നെയാണ്? പുരുഷന്മാരാണ്. സ്ത്രീകളെ ചൂഷണം ചെയ്തിരുന്നതും ആരെന്നെയാണ്? പുരുഷന്മാരാണ്. അപ്പൊ ഈ സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങളൊക്കെ ഉടലെടുക്കാൻ കാരണമായതും പുരുഷന്മാരിലൂടെയാണ് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഇനി അതിലെ സ്ത്രീ വിമോചന പ്രസ്ഥാനമായിട്ട് ഏതൊക്കെ വിമോചന പ്രസ്ഥാനങ്ങളാണ് പഠിക്കാനുള്ളത് നോക്കൂ. ബ്രഹ്മ സമാജ്, പ്രാർത്ഥനാ സമാജ്, ആര്യ സമാജ്, മുസ്ലിം വുമൺ റിഫോം, അതേപോലെ തന്നെ ജനറൽ ഫീച്ചേഴ്സ്. അതെന്താണ് ബ്രഹ്മസമാജ്? ബ്രഹ്മസമാജ് ആരാണ് രൂപം കൊടുത്തത്? അതായത് സ്ത്രീകൾക്ക് വേണ്ടി രൂപം കൊണ്ട, ഒരു പുരുഷന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട പ്രസ്ഥാനമായിരുന്നു ബ്രഹ്മസമാജ്. ഫൗണ്ടഡ് ബൈ രാജാറാം മോഹൻ റോയ് 1825. 1825 ബ്രഹ്മസമാജ് രാജാറാം മോഹൻ റോയിന്റെ നേതൃത്വത്തിൽ രൂപീകൃതമായത്. ഒപ്പോസ്ഡ് ചൈൽഡ് മാരേജ് ആൻഡ് പോളിഗമി. ബാലവിവാഹവും പൊളിഗമി എന്ന ബഹുഭാര്യത്വത്തെയും എതിർത്തിരുന്നു. അതിനെതിരെ ബ്രഹ്മസമാജം എതിർത്തു. പ്രൊമോട്ടഡ് വുമൺ എഡ്യൂക്കേഷൻ. അതേപോലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകി. ഇൻഫ്ലുവൻസ്ഡ് സിവിൽ മാരേജ് ആക്ട്. സിവിൽ വിവാഹ നിയമം പാസ്സാക്കുന്നതിൽ സ്വാധീനം ചെലുത്തി. അബോളിഷ്ഡ് സതി സിസ്റ്റം. അതേപോലെ സതി സിസ്റ്റം നിർത്തലാക്കി. ഇത്രയും കാര്യങ്ങളാണ് രാജാറാം മോഹൻ റോയിയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സ്ത്രീ വിമോചന പ്രസ്ഥാനമായിട്ടുള്ള ബ്രഹ്മസമാജത്തിൽ പറയാനുള്ളത്. അടുത്തതാണ് പ്രാർത്ഥനാ സമാജ്. ഫൗണ്ടഡ് ഇൻ 1867. 1867 പ്രാർത്ഥനാ സമാജ് രൂപം കൊണ്ടത്. എൻകറേജ്ഡ് വിഡോവ് റീമാരേജ്. പ്രാർത്ഥനാ സമാജിലൂടെ വിവാഹം, അതായത് വിധവകൾക്കും വിവാഹം കഴിക്കുന്നതിന് വേണ്ടി പ്രോത്സാഹിപ്പിച്ചിരുന്നു.
സപ്പോർട്ടഡ് വുമൺ എഡ്യൂക്കേഷൻ, സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും സപ്പോർട്ട് ചെയ്തിരുന്നു പ്രാർത്ഥന സമാജ്. കണക്റ്റഡ് വിത്ത് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് FNDT വുമൺ യൂണിവേഴ്സിറ്റി, അങ്ങനെ സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള ഒരു FNDT വനിതാ യൂണിവേഴ്സിറ്റി രൂപീകരിക്കുന്നതിനും പങ്കുവഹിച്ചു. അടുത്തതാണ് ആര്യ സമാജ്. ആര്യ സമാജ് ഫൗണ്ടഡ് ബൈ സ്വാമി ദയാനന്ദ സരസ്വതി ഇൻ 1875. 1875 സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജത്തിന് രൂപം കൊടുത്തത്. ഒപ്പോസ്ഡ് ചൈൽഡ് മാരേജ്, ബാലവിവാഹത്തിനെതിരെ പ്രവർത്തിച്ചു. പ്രൊമോട്ടഡ് വുമൺ എഡ്യൂക്കേഷൻ, സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചു. എസ്റ്റാബ്ലിഷ്ഡ് സ്കൂൾ ഫോർ ഗേൾ, പെൺകുട്ടികൾക്കായി സ്കൂളുകൾ സ്ഥാപിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ആര്യ സമാജത്തിൽ വരുന്നത്. അടുത്തതാണ് മുസ്ലിം വുമൺ റിഫോം. മുസ്ലിം സ്ത്രീകളുടെ പരിഷ്കാരങ്ങൾക്ക് വേണ്ടി രൂപം കൊണ്ടതാണ് മുസ്ലിം വുമൺ റിഫോം. അതില് ഫസ്റ്റ് വൺ പർദ സിസ്റ്റം ഡിലേവ്ഡ് വുമൺ പ്രോഗ്രസ്. പർദ സമ്പ്രദായം സ്ത്രീകളുടെ പുരോഗതിയെ വൈകിച്ചു. ബീഗം ഓഫ് ഭോപ്പാൽ ആൻഡ് അതേഴ്സ് വർക്ക്ഡ് ഫോർ വുമൺ എഡ്യൂക്കേഷൻ. അങ്ങനെ ഭോപ്പാൽ ബീഗം എന്നറിയപ്പെടുന്ന ഒരു മുസ്ലിം സ്ത്രീയുടെ നേതൃത്വത്തിലെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചു. ഓൾ ഇന്ത്യ മുസ്ലിം വുമൺ കോൺഫറൻസ് വാസ് ഫോംഡ് ഇൻ 1915. അങ്ങനെ 1916 മുസ്ലിം സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ഒരു ഓൾ ഇന്ത്യ മുസ്ലിം വുമൺ കോൺഫറൻസിന് തുടക്കം കുറിച്ചു. ആൻഡ് സം മുസ്ലിം വുമൺ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ. മാത്രമല്ല മുസ്ലിം സ്ത്രീകൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാനും തുടങ്ങി. ഇതൊക്കെയാണ് മുസ്ലിം വുമൺ റിഫോമിലെ പ്രധാനപ്പെട്ട പോയിന്റ്സുകളായിട്ട് പറയുന്നത്. ഇനി ജനറൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ, ദിസ് മൂവ്മെന്റ് വേർ ലിമിറ്റഡ് മെയിൻലി ഡ്യൂ ടു ദ അർബൻ മിഡിൽ ക്ലാസ്. ഈ പ്രസ്ഥാനങ്ങൾ പ്രധാനമായും നഗര മധ്യവർഗത്തിലാണ് പരിമിതപ്പെട്ടത്. ദിസ് മൂവ്മെന്റ് വേർ ലിമിറ്റഡ് മെയിൻലി ടു ദ അർബൻ മിഡിൽ ക്ലാസ്. ഈ പ്രസ്ഥാനങ്ങൾ പ്രധാനമായും നഗര മധ്യവർഗത്തിൽ ലിമിറ്റ് ചെയ്യപ്പെട്ടു, പരിമിതപ്പെട്ടു. ഫോക്കസ്ഡ് മോർ ഓൺ മേക്കിംഗ് വുമൺ ഗുഡ് വൈഫ്സ് ആൻഡ് മദേഴ്സ്. സ്ത്രീകളെ നല്ല ഭാര്യമാരും മാതാക്കളായി മാറ്റുക എന്നതിൽ കൂടുതൽ ശ്രദ്ധ നൽകി. ഫോക്കസ്ഡ് മോർ ഓൺ മേക്കിംഗ് വുമൺ ഗുഡ് വൈഫ് ആൻഡ് മദേഴ്സ്. സ്ത്രീകളെ നല്ല ഭാര്യമാരാക്കുന്നതിലും അമ്മമാരാക്കുന്നതിലൊക്കെ ഈ വളരെയധികം ശ്രദ്ധ നൽകി. ജെൻഡർ ഈക്വാലിറ്റി വാസ് നോട്ട് ദ മെയിൻ എയിം. അതേപോലെ തന്നെ പൂർണ്ണ ലിംഗ സമത്വമായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ജെൻഡർ ഈക്വാലിറ്റി എന്ന സ്ത്രീക്കും പുരുഷനും തുല്യമായ സമത്വം, അതിന് പ്രാധാന്യം കൊടുത്തു. അതായിരുന്നു ഇതിന്റെ ലക്ഷ്യം, എയിം. വുമൺ ഇഷ്യൂസ് വേർ ട്രീറ്റഡ് ആസ് സോഷ്യൽ പ്രോബ്ലം. അങ്ങനെ സ്ത്രീ പ്രശ്നം ഒരു സാമൂഹിക പ്രശ്നമായി പരിഗണിക്കപ്പെട്ടു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 19-20 നൂറ്റാണ്ടുകളിൽ സ്ത്രീ വിമോചനത്തിന് വേണ്ടി രൂപം കൊണ്ട പ്രസ്ഥാനങ്ങളിലൂടെ നമുക്ക് ഡിസ്കഷൻ നടത്താനുണ്ടായിരുന്നത്. 19th 20th സെഞ്ചുറിയിൽ അവർ അനുഭവിച്ച പ്രശ്നങ്ങളും ആ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി രൂപം കൊണ്ട പ്രധാനപ്പെട്ട മൂവ്മെന്റുകളാണ് ബ്രഹ്മ സമാജും പ്രാർത്ഥനാ സമാജും ആര്യ സമാജും മുസ്ലിം വുമൺ റിഫോമും ജനറൽ ഫീച്ചേഴ്സും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ബോർഡിൽ നോക്കി നന്നായിട്ട് നേരെ എഴുതിയെടുക്കുക. ഒക്കെ ഷോർട്ട് പോയിന്റ് ആക്കിയിട്ടാണ് ടീച്ചർ എഴുതിയിട്ടിട്ടുള്ളത്. വളരെ കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ഇനി നമ്മൾക്ക് എടുക്കാനുള്ളത് മറ്റൊരു essay ക്വസ്റ്റ്യനിലേക്ക് തന്നെയാണ് നമ്മൾ കടക്കുന്നത്. വുമൺ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഫ്രീഡം മൂവ്മെന്റ്. അതായത് ഫ്രീഡം മൂവ്മെന്റ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്ത്രീകളുടെ പങ്കിനെ കുറിച്ചാണ് ഇനി നമ്മൾക്ക് ഡിസ്കഷൻ നടത്താനുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ പറയാം കേട്ടോ. ഓക്കെ, ഹായ് സ്റ്റുഡൻസ്. നമ്മൾ ഡിസ്കഷൻ നടത്താൻ പോകുന്ന ടോപ്പിക്ക് വുമൺ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഫ്രീഡം മൂവ്മെന്റ്. അതായത് ഫ്രീഡം മൂവ്മെന്റിൽ വുമൺസിന്റെ പങ്കാളിത്തത്തിന് വേണ്ടി പോരാടിയത് ആരൊക്കെയായിരുന്നു എന്നാണ് അനലൈസ് ചെയ്യുന്നത്. വുമൺ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഫ്രീഡം മൂവ്മെന്റ്, അതായത് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലെ സ്ത്രീകളുടെ പങ്കാളിത്തത്തിന് വേണ്ടി പോരാടിയത് ഏതൊക്കെ ദേശീയ നേതാക്കന്മാരായിരുന്നു എന്നാണ് ഡിസ്കഷൻ നടത്തുന്നത്. റോൾ ഓഫ് മഹാത്മാഗാന്ധിയും റോൾ ഓഫ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു സ്ത്രീകൾക്ക് വേണ്ടി ഫ്രീഡം മൂവ്മെന്റിൽ വാദിച്ചിരുന്നത്. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് മഹാത്മാഗാന്ധി സ്ത്രീകൾക്ക് വേണ്ടി നേതൃത്വം നൽകിയത് എന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. അതിൽ ഗാന്ധി പ്ലേഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ബ്രിങ്ങിങ് വുമൺ ഇൻ ടു ദ നാഷണൽ മൂവ്മെൻറ്റ്. അതായത്
മഹാത്മാഗാന്ധി ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സ്ത്രീകളെ കൂടുതൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു. ഗാന്ധി played the most important role in bringing women into the national movement. നാഷണൽ മൂവ്മെന്റിലേക്ക്, ദേശീയ പ്രസ്ഥാനത്തിലേക്ക് മഹാത്മാഗാന്ധി സ്ത്രീകളെ കൂടുതൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു. ആദ്യ കാലഘട്ടത്തിൽ നാഷണൽ മൂവ്മെന്റിലേക്കൊന്നും സ്ത്രീകൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഗാന്ധിജിയുടെ വരവോടുകൂടി ഗാന്ധിജിയുടെ പാർട്ടിസിപ്പേഷനാണ് നാഷണൽ മൂവ്മെന്റിലേക്ക് സ്ത്രീകൾ ഉൾപ്പെടാൻ കാരണമായത്. ഹി ബിലീവ്ഡ് വുമൺ ഹാവ് ഈക്വൽ മെന്റൽ കപ്പാസിറ്റി ആൻഡ് ഈക്വൽ റൈറ്റ് ഓഫ് മെൻ. സ്ത്രീകൾക്കും പുരുഷന്മാരുടെ അതേപോലെ സമാനമായ ബുദ്ധിശേഷിയും അവകാശങ്ങളും ഉണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചു. മഹാത്മാഗാന്ധി എന്താണ് വിശ്വസിച്ചിരുന്നത്? വുമൺ ഹാവ് ഈക്വൽ മെന്റൽ കപ്പാസിറ്റി ആൻഡ് ഈക്വൽ റൈറ്റ് ഓഫ് മെൻ. പുരുഷൻ്റേതുപോലെ തന്നെ സ്ത്രീകൾക്കും മെന്റൽ കപ്പാസിറ്റിയും ഈക്വൽ റൈറ്റും, തുല്യ അവകാശവും ഉണ്ടെന്ന് ഗാന്ധിജി വിശ്വസിച്ചിരുന്നു. അങ്ങനെ ഹി സ്ട്രോങ്ലി സപ്പോർട്ടഡ് വുമൺ റൈറ്റ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ശക്തമായി വാദിക്കുകയും അതിനുവേണ്ടി പിന്തുണയ്ക്കുകയും ചെയ്തു. ഹി ഐഡിയലൈസ്ഡ് വുമൺ ലൈക്ക് he idealized women like Sita and Damayanti as symbol of sacrifice. സീതയും ദമയന്തിയും പോലുള്ളവരെ ത്യാഗത്തിന്റെ പ്രതീകമായിട്ടാണ് അദ്ദേഹം കണക്കാക്കിയത്. സീത ആരാണ്? സീതാദേവി നമുക്കറിയാം. രാമായണത്തിലെ രാമന്റെ ഭാര്യയായിട്ടുള്ള സീതാദേവിയെയും, കാരണം രാമൻ സീതയെ ഒരു നിമിഷത്തിൽ പ്രജകൾക്ക് വേണ്ടിയിട്ട് രാമൻ സീതയെ ഒഴിവാക്കുന്നുണ്ട്. സീത പരിശുദ്ധയാണ് എന്ന് തികച്ചും ബോധ്യമുണ്ടായിട്ട് പോലും രാമന്റെ സത്യസന്ധത എന്ന ആ രാജധർമ്മം പുലർത്താൻ വേണ്ടി അദ്ദേഹം സീതയെ വനത്തിൽ ഉപേക്ഷിച്ചു പോരുന്നൊരവസ്ഥ നമുക്കറിയാം. അതേപോലെ കുമാരനാശാന്റെ സീതാകാവ്യത്തിൽ പറയുന്നുണ്ട് അതിനെക്കുറിച്ച്. അതേപോലെ ദമയന്തിയെക്കുറിച്ച്, അതായത് ദുഷ്യന്ത മഹാരാജാവ് ദമയന്തിയെ മറക്കാൻ ഇടവരുകയും അങ്ങനെ പിന്നീട് ദമയന്തിയെ ഓർക്കപ്പെടുകയും ആ ഒരു കാരണമാണ് ദമയന്തിയിലൂടെ നമുക്ക് ആ ഒരു സ്റ്റോറി പറഞ്ഞു തരുന്നത്. അപ്പൊ സീതയാണെങ്കിലും ദമയന്തി ആണെങ്കിലും അവരൊക്കെ എന്തിൻ്റെ പ്രതീകമായിട്ടാണ് ഗാന്ധിജി കണ്ടത്? ത്യാഗത്തിൻ്റെ പ്രതീകങ്ങളായിട്ടാണ് സീതയെയും ദമയന്തിയെയും ഗാന്ധിജി പരിഗണിച്ചത്. ഹി കൺസിഡേർഡ് വുമൺ സ്യൂട്ടബിൾ ഫോർ സത്യാഗ്രഹ ആൻഡ് നോൺ വയലന്റ് സ്ട്രഗിൾ. സ്ത്രീകൾ സത്യാഗ്രഹത്തിനും അഹിംസാ സമരത്തിനും അനുയോജ്യരാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഗാന്ധിജി പറയാണ്, ഗാന്ധിജിയുടെ രണ്ട് പ്രധാനപ്പെട്ട ആശയമാണ് സത്യാഗ്രഹവും നോൺ വയലന്റും. അക്രമമില്ലാത്ത സമരം, നോൺ വയലന്റ് സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ അക്രമമില്ലാത്ത അഹിംസയിലൂടെയുള്ള സമരം. അപ്പോൾ ഈ സത്യാഗ്രഹമായാലും അഹിംസയായാലും ഈ രണ്ട് സമരവും സ്ത്രീകൾക്കാണ് കൂടുതൽ സ്യൂട്ടബിൾ ആകുക എന്നാണ് ഗാന്ധിജി അഭിപ്രായപ്പെട്ടത്. He believed women had quality of sacrifice, tolerance and endurance. അതേപോലെ തന്നെ സ്ത്രീകൾ ത്യാഗത്തിനും സഹനത്തിനും ദുരിതവും സഹിക്കാൻ കഴിവുണ്ടെന്നും അത് വ്യക്തമാക്കി ഗാന്ധിജി അഭിപ്രായപ്പെട്ടു. ഗാന്ധിജി വിശ്വസിച്ചു. ഹി ബിലീവ്ഡ് വുമൺ ഹാഡ്, സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു ക്വാളിറ്റിയാണ് സാക്രിഫൈസ്. സാക്രിഫൈസ് ചെയ്യാറിനെ ത്യജിക്കുക, ത്യാഗം സഹിക്കുക. ടോളറൻസ് സഹനം, ആൻഡ് എൻജുറൻസ് ദുരിതം. ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്നു. ഇതിനൊക്കെ ഉള്ള കഴിവ് സ്ത്രീക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് ഗാന്ധിജി അഭിപ്രായപ്പെട്ടത്. ഹി സോ വുമൺ റോൾ ഓഫ് കോംപ്ലിമെന്ററി ടു മെൻ. സ്ത്രീകളുടെ പങ്ക് പുരുഷന്മാരുടെ പങ്കിന് പൂർത്തീകരണമായതാണ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പുരുഷന് പകരം ആരും ആവാം, സ്ത്രീക്കും പുരുഷന് മാത്രമൊന്നുമല്ല എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുള്ളൂ, സ്ത്രീകൾക്കും പുരുഷന്റെ റോള് വഹിക്കാൻ കഴിയുമെന്നും ഗാന്ധിജി അഭിപ്രായപ്പെട്ടു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വുമൺ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഫ്രീഡം മൂവ്മെന്റിൽ അഭിപ്രായപ്പെട്ടത്, മഹാത്മാഗാന്ധി അഭിപ്രായപ്പെട്ട കാര്യങ്ങൾ. ഇനി അടുത്തതാണ് റോൾ ഓഫ് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിന്റെ പങ്കാണ് ഇനി നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി നെഹ്റു എന്താണ്
അഭിപ്രായപ്പെട്ടത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, നെഹ്റു വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ വെസ്റ്റേൺ സഫറേജ് ഐഡിയാസ്. അതേപോലെ തന്നെ നെഹ്റുവിനെ പാശ്ചാത്യ സ്ത്രീ വോട്ടവകാശ പ്രസ്ഥാനങ്ങളിൽ നിന്നും സ്വാധീനിക്കപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. നെഹ്റു വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ വെസ്റ്റേൺ സഫറേജ് ഐഡിയ. പാശ്ചാത്യ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ആരെ സ്വാധീനിച്ചിരുന്നു? നെഹ്റുവെ സ്വാധീനിക്കുകയും ഹി ബിലീവ്ഡ് എക്കണോമിക് ഫ്രീഡം ഈസ് നെസസറി ഫോർ വുമൺ ഇക്വാലിറ്റി. സാമ്പത്തിക സ്വാതന്ത്ര്യമില്ലായ്മയാണ് സ്ത്രീ സമത്വം. സാമ്പത്തിക സ്വാതന്ത്ര്യമില്ലായ്മ ആണ് സ്ത്രീകൾക്ക് സമത്വം ഇല്ലാതാകുന്നതിനുള്ള കാരണം എന്ന് ആര് വാദിച്ചു? നെഹ്റു വിശ്വസിച്ചു. എക്കണോമിക് ഫ്രീഡം ഈസ് നെസസറി ഫോർ വുമൺ ഈക്വാലിറ്റി. സ്ത്രീകൾക്ക് സമത്വം ഉണ്ടാവണമെങ്കിൽ സ്ത്രീകൾക്ക് എന്ത് അത്യാവശ്യമാണ്? എക്കണോമിക് ഫ്രീഡം. സാമ്പത്തികമായ ഫ്രീഡം ഉണ്ടാകണമെങ്കിൽ ഒരു സ്ത്രീക്ക് എക്കണോമിക്കലി ഫ്രീഡം ഉണ്ടെങ്കിലേ ആ സ്ത്രീക്ക് ഈക്വാലിറ്റിയും ഉണ്ടാകുള്ളൂ എന്നാണ് നെഹ്റു വിശ്വസിച്ചത്. ഹി ബിലീവ്ഡ് എക്കണോമിക് ഫ്രീഡം ഈസ് നെസസറി. സാമ്പത്തിക സ്വാതന്ത്ര്യം അത്യാവശ്യമാണ്. എന്തിന്? വുമൺസ് ഈക്വാലിറ്റി, സ്ത്രീകളുടെ സമത്വത്തിന്. then അടുത്തതായിട്ട് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്, ഹി ഡിഡ് നോട്ട് അഗ്രി ദാറ്റ് എഡ്യൂക്കേഷൻ അലോൺ കുഡ് ബ്രിങ് ഈക്വാലിറ്റി. വിദ്യാഭ്യാസം മാത്രം അവർക്ക് സമത്വം നൽകില്ല. മറ്റുള്ള കാര്യങ്ങളും കൂടി അവരെ പരിഗണിക്കുമ്പോഴേ അവർക്ക് സമത്വം. വെറും വിദ്യാഭ്യാസത്തിൽ മാത്രം പോരാ അവർക്ക് സമത്വം, മറ്റെല്ലാ കാര്യങ്ങളിലും ഇക്വാലിറ്റി വേണമെന്ന് അഭിപ്രായപ്പെട്ടു. ഹി വാണ്ടഡ് വുമൺ ടു ബി ട്രെയിൻഡ് ഇൻ ഓൾ ഫീൽഡ്. അതുകൊണ്ട് സ്ത്രീകളെ എല്ലാ മേഖലകളിലും പരിശീലനം നേടിപ്പിക്കണം. വെറും ഒരു വിദ്യാഭ്യാസത്തിലൂടെ മാത്രം, വിദ്യാഭ്യാസമാണ് അവർക്ക് ഏറ്റവും വേണ്ട ഘടകം, അതേപോലെ എല്ലാ കാര്യങ്ങളിലും അവർക്ക് പരിശീലനം നൽകണം. ഹി ബിലീവ്ഡ് വുമൺ സ്ട്രഗിൾ ഷുഡ് ബി കണക്റ്റഡ് വിത്ത് ദ ജനറൽ പൊളിറ്റിക്കൽ മൂവ്മെന്റ്. അങ്ങനെ സ്ത്രീകളുടെ സമരം പൊതുവായ രാഷ്ട്രീയ സമരവുമായി ബന്ധപ്പെട്ടിരിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. He believed women's struggle should be connected with the general political movement. സ്ത്രീകളുടെ സമരം പൊതുവായ രാഷ്ട്രീയ സമരവുമായി ബന്ധിപ്പിക്കണമെന്നും നെഹ്റു അഭിപ്രായപ്പെട്ടു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മഹാത്മാഗാന്ധിജിയും നെഹ്റുവും ഒക്കെ സ്ത്രീകൾക്ക് വേണ്ടി അഭിപ്രായപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് ടീച്ചർ ഇവിടെ എഴുതിയിട്ടിട്ടുള്ളത്. ഇനി നമ്മൾക്ക് വുമൺ ഓർഗനൈസേഷൻ ആൻഡ് ഇഷ്യൂസ് എന്താ നോക്കാം. സ്ത്രീ സംഘടനകളും സ്ത്രീകൾ നേരിട്ട പ്രശ്നങ്ങളെയും കുറിച്ച് നമുക്ക് ഡിസ്കഷൻ നടത്താം കേട്ടോ. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മളിനി അടുത്ത ടോപ്പിക്കാണ് വുമൺ ഓർഗനൈസേഷൻ ആൻഡ് ഇഷ്യൂസ്. വുമൺ ഓർഗനൈസേഷൻ, സ്ത്രീ സംഘടനകളെ കുറിച്ചും അതേപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെയാണ് ഡിസ്കഷൻ നടത്താൻ പോകുന്നത്. അതിലെ early 20th century saw the rise of major organization linked to social reform and nationalist movement. സോഷ്യൽ റിഫോമിന്റെയും നാഷണലിസ്റ്റ് മൂവ്മെന്റിന്റെയും ഭാഗമായി 20ാം നൂറ്റാണ്ടിലാണ് സ്ത്രീ സംഘടനകൾ ഉയർന്നു വന്നത്. സാമൂഹിക പ്രസ്ഥാനത്തിന്റെയും ദേശീയ പ്രസ്ഥാനത്തിന്റെയും ഭാഗമായി 20ാം നൂറ്റാണ്ടില് ഒരുപാട് സ്ത്രീ സംഘടനകൾ ഉയർന്നു വന്നിരുന്നു. ഏതൊക്കെയാണ് ആ വുമൺ ഇന്ത്യൻ അസോസിയേഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഫോംഡ് ഇൻ 1970 ബൈ മാർഗരറ്റ് കഫിൻ ആൻഡ് ആൻ ഇന്ത്യൻ നാഷണലിസ്റ്റ്. മാർഗരറ്റ് കഫിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഇന്ത്യൻ നാഷണലിസ്റ്റ് 1917 രൂപം കൊടുത്തു. അതേപോലെ തന്നെ നാഷണൽ കൗൺസിൽ ഓഫ് ഇന്ത്യൻ വുമൺ NCIW, നാഷണൽ കൗൺസിൽ ഓഫ് ഇന്ത്യൻ വുമൺസ് എന്ന പേരിൽ 1926 ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തു. ഓൾ ഇന്ത്യ വുമൺ കോൺഫറൻസ് AIWC എന്ന പേരിൽ, ഓൾ ഇന്ത്യ വുമൺ കോൺഫറൻസ് എന്ന പേരിൽ 1927 ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തു. ഇപ്പൊ 17 രൂപം കൊണ്ടതാണ് ഇന്ത്യൻ നാഷണലിസ്റ്റ് മാർഗരറ്റ് കഫിന്റെ നേതൃത്വത്തില്. പിന്നെ നാഷണലിസ്റ്റ് കൗൺസിൽ ഓഫ് ഇന്ത്യൻ വുമൺ അത് 1926 1926 രൂപീകൃതമായത്. അതേപോലെ ഓൾ ഇന്ത്യ വുമൺ കോൺഫറൻസ് AIWC അത് ഫൗണ്ടഡ് ചെയ്ത വർഷം 1927 ആണ്. പിന്നെ ജ്യോതി സിംഗ് ഗുജറാത്തിൽ രൂപം കൊണ്ട പ്ലേഡ് എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ഹാർനസിംഗ് വുമൺ എനർജി ഫോർ ദ മൂവ്മെന്റ് ഇൻ 1934. സ്ത്രീകളുടെ ശക്തി പ്രസ്ഥാനങ്ങള് ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ
ജ്യോതി സിംഗിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ടു 1934. അതേപോലെ തന്നെ ഈ സ്ത്രീകളുടെ അസോസിയേഷൻസ് നമ്മൾ എന്തൊക്കെയെന്ന് കണ്ടു. അവര് നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും 3 ഇവിടെ കൊടുത്തിട്ടുള്ളത്. വുമൺ സഫറേജ് പറഞ്ഞാൽ വോട്ടുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ക്വസ്റ്റ്യൻ ഓഫ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഫ്രീഡം മൂവ്മെന്റ്, സ്വാതന്ത്ര്യവുമായി അവരുടെ പങ്കാളിത്തത്തിനെ ചോദ്യം ചെയ്യലാണ്. പിന്നെ ഫോം ഓഫ് വുമൺ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഫ്രീഡം മൂവ്മെന്റ്, അതേപോലെ തന്നെ സ്വാതന്ത്ര്യ പ്രസ്ഥാനവുമായി അവരുടെ പങ്കാളിത്തം, സ്ത്രീ പങ്കാളിത്തം. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കഷൻ ചെയ്യാനുള്ളത്. അതിലൊരു പോയിന്റ് ടീച്ചർ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്, വുമൺ സഫറേജ്. വുമൺ സഫറേജിൽ എന്താ പറയുന്നത് നോക്കൂ. ഫസ്റ്റ് ഡിമാൻഡ് 1917, the formal demand for women right to vote was raised by a deputation including Sarojini Naidu and Margaret Coffin who meet the Viceroy. അതായത് സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സരോജിനി നായിഡു അന്നത്തെ വൈസ്രോയി ആയിരുന്ന ആരെ മീറ്റ് ചെയ്തു, മാർഗരറ്റ് കഫിനെ മീറ്റ് ചെയ്യുകയും അതിനുശേഷം എന്നാണ് മീറ്റ് ചെയ്തത് 1917. The formal demand for women right to vote was raised by a deputation including Sarojini Naidu and Margaret Coffin who met the Viceroy. Madras Presidency became the first province in India to grant women the right to vote. അങ്ങനെ മദ്രാസ് പ്രസിഡൻസിയിൽ വെച്ചിട്ടാണ് സ്ത്രീകൾക്ക് ആദ്യമായിട്ട് വോട്ടവകാശം അനുവദിച്ചു തന്നത്. Dr. Muthulakshmi Reddy became the first woman legislative councillor in Madras 1927. അങ്ങനെ 1927 ഡോക്ടർ മുത്തുലക്ഷ്മി റെഡ്ഡി ആയിരുന്നു ആദ്യത്തെ വുമൺ ലെജിസ്ലേറ്റീവ് കൗൺസിലർ ആയിട്ട് മദ്രാസിൽ നിയമിക്കപ്പെട്ടത്. അങ്ങനെ 1931 റെസൊല്യൂഷനിൽ വെച്ച് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫണ്ടമെന്റൽ റൈറ്റ് റെസൊല്യൂഷൻ ഫോർമലി അക്സെപ്റ്റഡ് ഇക്വാലിറ്റി ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ, സ്ത്രീക്കും പുരുഷനും തുല്യപരമായ പദവി നൽകണമെന്ന് ഫണ്ടമെന്റൽ റൈറ്റിൽ അത് മൗലിക അവകാശമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മൗലിക അവകാശമായിട്ട് എന്തിനെ പ്രഖ്യാപിച്ചു എന്നാ പറയുന്നത്? അക്സെപ്റ്റഡ് ഈക്വാലിറ്റി ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ, സ്ത്രീക്കും പുരുഷനും തുല്യമായ പദവി നൽകണമെന്ന് അത് മൗലിക അവകാശമായി പ്രഖ്യാപിച്ചു 1931 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇത്രയും കാര്യങ്ങളാണ് ഈ വുമൺ സഫറേജിൽ വരുന്നത്. ഇനി നമുക്ക് അതിൽ ഡിസ്കഷൻ ചെയ്യാനുള്ളത് ക്വസ്റ്റ്യൻ ഓഫ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഫ്രീഡം മൂവ്മെന്റും ഫോംസ് ഓഫ് വുമൺ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഫ്രീഡം മൂവ്മെന്റും. ഈ 2 ടോപ്പിക്കുകളാണ് നമുക്ക് അതിൽ ഡിസ്കഷൻ ചെയ്യാനുള്ളത്. അതെന്താ എന്ന് നമുക്ക് പരിശോധിക്കാം കേട്ടോ. ഓക്കെ, ഹായ് സ്റ്റുഡൻസ്, അതായത് വുമൺ ഓർഗനൈസേഷൻ ആൻഡ് ഇഷ്യൂ എന്ന ഭാഗമാണ് നമ്മൾ ഡിസ്കഷൻ നടത്തിയിരുന്നത്. അതിൽ വുമൺ സഫറേജ് ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. വുമൺ ഓർഗനൈസേഷൻ ആൻഡ് ഇഷ്യൂസ് എന്ന ടോപ്പിക്കിലെ വുമൺ സഫറേജ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് എടുക്കാനുള്ള ടോപ്പിക്ക് ക്വസ്റ്റ്യൻ ഓഫ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഫ്രീഡം മൂവ്മെൻറ്റും ഫോംസ് ഓഫ് വുമൺ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഫ്രീഡം മൂവ്മെൻറ്റും. ഈ 2 ടോപ്പിക്കുകളാണ് നമുക്കിനി ഡിസ്കഷൻ നടത്താനുള്ളത്. ക്വസ്റ്റ്യൻ ഓഫ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഫ്രീഡം മൂവ്മെൻറ്റ്, അതേപോലെ തന്നെ ഫോംസ് ഓഫ് വുമൺ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഫ്രീഡം മൂവ്മെൻറ്റ്. ഈ 2 ടോപ്പിക്കും കൂടി നമുക്ക് ഡിസ്കഷൻ നടത്താനുണ്ട്. അപ്പോൾ നോക്കൂ, അതിൽ ക്വസ്റ്റ്യൻ ഓഫ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഫ്രീഡം മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്വാതന്ത്ര്യ സമരത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ്, ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ ഓഫ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഫ്രീഡം മൂവ്മെൻറ്റ്, അതായത് സ്വാതന്ത്ര്യ സമരത്തിലെ സ്ത്രീകളുടെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റാണ് സം വുമൺ ലീഡേഴ്സ് വാണ്ടഡ് വുമൺ ഓർഗനൈസേഷൻ ടു സ്റ്റേ ഫ്രം പാർട്ടി പോളിസി. ചില വനിതാ നേതാക്കൾ സ്ത്രീ സംഘടനാ പാർട്ടി രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടു നിൽക്കണമെന്ന് അഭിപ്രായപ്പെട്ടു. അതാണ് അവർ അനുഭവിച്ച ഒരു ഇഷ്യൂ ആയിട്ട് പറയണത്. ചില വനിതാ നേതാക്കൾ സ്ത്രീ സംഘടനാ പാർട്ടി രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടു നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു. സം വുമൺ ലീഡേഴ്സ് വാണ്ടഡ് വുമൺ ഓർഗനൈസേഷൻ ടു സ്റ്റേ ഫ്രം പാർട്ടി പോളിസി. ചില വനിതാ നേതാക്കൾ സ്ത്രീ സംഘടനകൾ പാർട്ടി രാഷ്ട്രീയത്തിൽ നിന്നും ചില വനിതാ നേതാക്കൾ സ്ത്രീ സംഘടനകളുടെ
സംഘടനകൾ പാർട്ടി രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് അഭിപ്രായപ്പെട്ടു. And then next point, others believed women should join the national movement for political freedom. മറ്റ് ചിലർ സ്ത്രീകൾ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുക്കണമെന്ന് വിശ്വസിച്ചു. ചില ആളുകൾ സ്ത്രീകൾ രാഷ്ട്രീയ പാർട്ടിയിൽ പങ്കെടുക്കണമെന്ന് വിശ്വസിച്ചു. ചില ആളുകൾ സ്ത്രീകൾ രാഷ്ട്രീയപരമായ നയങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് അഭിപ്രായപ്പെട്ടു. സെക്കൻഡ് പോയിന്റിൽ എന്താ പറയണേ? അതേഴ്സ് ബിലീവ്ഡ് വുമൺ ഷുഡ് ജോയിൻ ദ നാഷണൽ മൂവ്മെന്റ് ഫോർ പൊളിറ്റിക്കൽ ഫ്രീഡം. മറ്റു ചിലർ സ്ത്രീകൾ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുക്കണമെന്ന് വിശ്വസിച്ചു. ആൻഡ് തേർഡ് പോയിന്റ്, വുമൺ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റ്സ്. സ്ത്രീകൾ സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റ്സിൽ സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റ് പറഞ്ഞാൽ എന്താ? നിസ്സഹരണ പ്രസ്ഥാനം. ആ ഒരു പ്രസ്ഥാനത്തിൽ സജീവമായി പങ്കെടുത്തു. വുമൺ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ്. നിസ്സഹരണ പ്രസ്ഥാനത്തിൽ സ്ത്രീകൾ വളരെ സജീവമായിട്ട് പങ്കെടുത്തു. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, ദേ ടുക്ക് പാർട്ട് ഇൻ ദ സ്വദേശി മൂവ്മെന്റ് ആൻഡ് പിക്കറ്റിംഗ് ഓഫ് ഫോറിൻ ഗുഡ്സ് ആൻഡ് ലിക്കർ ഷോപ്പ്. അതേപോലെ തന്നെ സ്വദേശി സമരത്തിൽ പങ്കെടുക്കുകയും വിദേശ വസ്തുക്കളും ഫോറിൻ ഗുഡ്സും ലിക്കർ ഷോപ്പ് വിൽക്കുന്ന കടകൾക്കെതിരെ പിക്കറ്റിംഗും നടത്തി. ദേ ടുക്ക് പാർട്ട് ഇൻ ദ സ്വദേശി മൂവ്മെന്റ് ആൻഡ് പിക്കറ്റിംഗ് ഓഫ് ഫോറിൻ ഗുഡ്സ് ആൻഡ് ലിക്കർ ഷോപ്പ്. ലിക്കർ ഷോപ്പും ഫോറിൻ വിദേശ ഗുഡ്സുകൾ വിൽക്കുന്ന കടകളൊക്കെ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? പിക്കറ്റ് ചെയ്തു, ബഹിഷ്കരിച്ചു. ഇതാണ് ക്വസ്റ്റ്യൻ ഓഫ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഫ്രീഡം മൂവ്മെന്റിൽ പറയാനുള്ളത്. തേർഡ് പോയിന്റ് ആണ് ഫോംസ് ഓഫ് വുമൺ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഫ്രീഡം മൂവ്മെന്റ്. സ്ത്രീകളുടെ പങ്കാളിത്തത്തിന്റെ രൂപങ്ങൾ ഫ്രീഡം മൂവ്മെന്റിൽ, സ്വാതന്ത്ര്യ സമരത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തത്തിന്റെ രൂപങ്ങൾ എന്തൊക്കെയെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് നോക്കൂ. പാർട്ടിസിപ്പേറ്റഡ് ഇൻ പൊളിറ്റിക്കൽ പ്രൊട്ടസ്റ്റ്. രാഷ്ട്രീയ പ്രതിഷേധങ്ങളിൽ എന്ത് ചെയ്തിരുന്നു? പങ്കെടുത്തിരുന്നു. ഓർഗനൈസ്ഡ് പ്രഭാത് ഫെരീസ്. അതായത് പ്രഭാത് ഫെരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാട്രിയോട്ടിക് സോങ്. ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചിരുന്നു സ്ത്രീകൾ പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രതിഷേധങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതേപോലെ തന്നെ പ്രഭാത ഗാനങ്ങൾ അഥവാ ദേശഭക്തി ഗാനങ്ങൾ ആലപിക്കാൻ ശ്രമിച്ചു. പ്രൊവൈഡഡ് ഫുഡ് ആൻഡ് ഷെൽട്ടർ ടു ആക്ടിവിസ്റ്റ്. ആക്ടിവിസ്റ്റുകൾക്ക് എന്ത് നൽകി? സ്ത്രീകളെ ഭക്ഷണവും ഷെൽട്ടർ അഭയവും നൽകി. അതേപോലെ തന്നെ ക്യാരീഡ് മെസ്സേജ് ടു പൊളിറ്റിക്കൽ പ്രിസണേഴ്സ്. അതേപോലെ രാഷ്ട്രീയ തടവുകാർക്ക് സന്ദേശങ്ങൾ നൽകി, കൈമാറി. ആൻഡ് ടുക്ക് പാർട്ട് ഇൻ ദ സാൾട്ട് മാർച്ച് 1930. മെനി വേർ ജയിൽഡ്. 1930 ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും അനേകം സ്ത്രീകൾ തടവിലാക്കപ്പെടുകയും ചെയ്തു. സം വുമൺ ജോയിൻഡ് റവല്യൂഷണറി ആക്ടിവിറ്റീസ് ഇൻ ബംഗാൾ, പഞ്ചാബ്, മഹാരാഷ്ട്ര ആൻഡ് അബ്രോഡ്. ചില സ്ത്രീകൾ ബംഗാള്, പഞ്ചാബ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലും വിദേശത്തും വിപ്ലവ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, പാർട്ടിസിപ്പേഷൻ ഹെൽപ്ഡ് ബ്രേക്ക് സോഷ്യൽ ബാരിയേഴ്സ് ആൻഡ് റൈസ് വോയിസസ് എഗെയിൻസ്റ്റ് സോഷ്യൽ ആൻഡ് ലീഗൽ ഡിസബിലിറ്റി. ഈ പങ്കാളിത്തം സാമൂഹിക തടസ്സങ്ങൾ തകർക്കുവാനും സാമൂഹിക നിയമപരമായ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്താനും സഹായിച്ചു. അപ്പോൾ ഈ സ്ത്രീകളുടെ പങ്കാളിത്തം എന്തിനാണ് സഹായിച്ചത്? സാമൂഹികപരമായിട്ടുള്ള ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ. അപ്പോൾ സോഷ്യൽ ബാരിയേഴ്സ് ഇല്ലാതാക്കുവാനും സാമൂഹിക നിയമപരമായ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്താനും സഹായിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വുമൺ ഓർഗനൈസേഷൻ ആൻഡ് ഇഷ്യൂസ് എന്ന ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഡിസ്കഷൻ ചെയ്തു തരാണ്ടായിരുന്നത്. അതിൽ വുമൺ സഫറേജ് നമ്മൾ പറഞ്ഞു, ക്വസ്റ്റ്യൻ ഓഫ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഫ്രീഡം മൂവ്മെൻറ്റും ഫോംസ് ഓഫ് വുമൺ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഫ്രീഡം മൂവ്മെൻറ്റും ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കഷൻ ചെയ്തത്. നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ള ഭാഗം എന്ന് പറയുന്നത് അതായത് റീസർജൻസ് ഓഫ് വുമൺ മൂവ്മെൻറ്റ് ഇൻ ദ 70 ഇഷ്യൂ ആൻഡ് ആക്ഷൻ. 1970 കാലഘട്ടത്തിലെ വുമൺ മൂവ്മെൻറ്റും അതേപോലെ തന്നെ ആ കാലഘട്ടത്തിൽ വരുന്ന ഇഷ്യൂസുകളും പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഇനി നമ്മൾക്ക്
ഡിസ്കഷൻ നടത്താനുള്ളത് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്കാണ് കടക്കുന്നത്. വുമൺസുമായി റിലേറ്റഡ് ആയിട്ടുള്ള റീസർജൻസ് ഓഫ് വുമൺ മൂവ്മെൻറ്റ് ഇൻ ദ 70s ഇഷ്യൂ ആൻഡ് ആക്ഷൻ. അതായത് 1990കളിൽ സ്ത്രീ പ്രസ്ഥാനത്തിൻ്റെ പുനർജീവനത്തെക്കുറിച്ചാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. റീസർജൻസ് എന്ന് പറഞ്ഞാൽ പുനർജീവനം. 1970കളിൽ സ്ത്രീ പ്രസ്ഥാനങ്ങൾ ഉയർത്തെഴുന്നേറ്റു. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ 70 കാലഘട്ടത്തിൽ സ്ത്രീകൾ ഉയർത്തെഴുന്നേറ്റത്, അഥവാ സ്ത്രീകളുടെ നേതൃത്വത്തിൽ പല പ്രസ്ഥാനങ്ങളും ഉടലെടുത്തത് എന്തിനു വേണ്ടിയാണ് എന്നാണ് നമ്മൾ ഇനി റീസർജൻ ചെയ്യുന്നത്, പുനരാവിഷ്കരിക്കുന്നത്. അപ്പോൾ റീസർജൻസ് ഓഫ് വുമൺ മൂവ്മെൻറ്റ് ഇൻ ദ 70s ഇഷ്യൂ ആൻഡ് ആക്ഷൻ. ശ്രദ്ധിക്കുക. ഇൻ ദ ലേറ്റ് 1917 and 18 the women movement became strong again. 1970കളിലും 80കളിലും സ്ത്രീ പ്രസ്ഥാനങ്ങൾ വീണ്ടും ശക്തമാക്കപ്പെട്ടു. ഇൻ ദ ലേറ്റ് 1917 and 1918 the women movement became strong again. 1970-80 കാലഘട്ടത്തിൽ സ്ത്രീ പ്രസ്ഥാനങ്ങൾ വളരെയധികം ശക്തമാക്കപ്പെട്ടു. ന്യൂ വുമൺ ഗ്രൂപ്പ് ആൻഡ് ഓർഗനൈസ്ഡ് വെയർ ഫോംഡ്. അങ്ങനെ പുതിയ സ്ത്രീ സംഘടനകളും കൂട്ടായ്മകളും രൂപപ്പെട്ടു. ന്യൂ വുമൺ ഗ്രൂപ്പ് ആൻഡ് ഓർഗനൈസേഷൻ വെയർ ഫോംഡ്. പുതിയ സ്ത്രീ സംഘടനകളും ഗ്രൂപ്പുകളൊക്കെ രൂപം കൊണ്ടു. ആഫ്റ്റർ ദ ഫ്രീഡം സ്ട്രഗിൾ വുമൺ ഇഷ്യൂസ് ഹാഡ് ഫാഡഡ് ഫ്രം പബ്ലിക് ഡിസ്കഷൻ. അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം, ആഫ്റ്റർ ഫ്രീഡം സ്ട്രഗിൾ, സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പൊതു ചർച്ചയിൽ നിന്ന് പിന്നോട്ടു പോയിരുന്നു. ആഫ്റ്റർ ഫ്രീഡം സ്ട്രഗിൾ വുമൺ ഇഷ്യൂസ് ഹാഡ് ഫാഡഡ് ഫ്രം പബ്ലിക് ഡിസ്കഷൻ. സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പൊതു ചർച്ചയിൽ നിന്നും പിന്നോട്ടു പോയിരുന്നു. അങ്ങനെ ദ ഗ്രോത്ത് ഓഫ് പ്രൊട്ടസ്റ്റ് പോളിസീസ് ഇൻ ദ 1970s സ്ട്രെങ്തൻ ദ വുമൺ മൂവ്മെൻറ്റ്. 1970കളിൽ പ്രതിഷേധ രാഷ്ട്രീയത്തിൻ്റെ വളർച്ച സ്ത്രീ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തി. 1970കളിൽ രാഷ്ട്രീയത്തിനെതിരെയുള്ള പ്രതിഷേധ രാഷ്ട്രീയത്തിൻ്റെ വളർച്ച സ്ത്രീ പ്രസ്ഥാനവും ശക്തിപ്പെടാൻ കാരണമായി. ദ ഗ്രോത്ത് ഓഫ് പ്രൊട്ടസ്റ്റ് പോളിസീസ് ഇൻ ദ 1970s strengthened the women movement. Older women organizations shifted their focus from welfare and charity to social issue. സ്ത്രീകൾ മാത്രം, അതേപോലെ തന്നെ ഓൾഡർ വുമൺ ഓർഗനൈസേഷൻ ഷിഫ്റ്റഡ് ദയർ ഫോക്കസ് ഫ്രം വെൽഫെയർ ആൻഡ് ചാരിറ്റി ടു സോഷ്യൽ ഇഷ്യൂ. പഴയ വനിതാ സംഘടനകളും ക്ഷേമദാന പ്രവർത്തനങ്ങളിൽ നിന്ന് സാമൂഹ്യ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചു. അപ്പോൾ ഓൾഡർ വുമൺ ഓർഗനൈസേഷൻ വെറും ഒരു വെൽഫെയർ ക്ഷേമ പ്രവർത്തനങ്ങളിൽ മാത്രം നിലനിന്നവ എന്തിലേക്കും കൂടി ശ്രദ്ധ തിരിക്കാൻ തുടങ്ങി? സാമൂഹിക പ്രശ്നങ്ങളിലേക്ക് സ്ത്രീ പ്രസ്ഥാനങ്ങൾ ശ്രദ്ധ ചെലുത്താൻ തുടങ്ങി. ആക്ടിവിസ്റ്റ് റിയലൈസ്ഡ് ദാറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇഗ്നോർഡ് ഇഷ്യൂ കൺസേണിങ് വുമൺ സ്പെസിഫിക്കലി. അങ്ങനെ സ്ത്രീകൾക്ക് മാത്രം ബന്ധപ്പെട്ട വിഷയങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ അവഗണിച്ചു എന്ന് പ്രവർത്തകർ തിരിച്ചറിഞ്ഞു. വുമൺ വെയർ റിമൂവ്ഡ് ഫ്രം ടെക്സ്റ്റൈൽസ് മിൽ ആൻഡ് എയർ ഇൻഡസ്ട്രി ഡ്യൂ ടു ടെക്നോളജിക്കൽ ചേഞ്ചസ്. ടെക്സ്റ്റൈൽസ് മില്ലുകളിലും മറ്റും വ്യവസായങ്ങളിലും സാങ്കേതിക മാറ്റങ്ങളാൽ സ്ത്രീകളെ പിരിച്ചുവിടലുണ്ടായി. അപ്പോൾ നിങ്ങളുടെ ഈ ബുക്കിൽ കാണാം സ്ത്രീകൾ നടത്തിയിട്ടുള്ള പല സ്ട്രഗിളാണ്. അതായത് സ്ത്രീകളേനെ ടെക്സ്റ്റൈൽസ് മില്ലിൽ നിന്നും പിരിച്ചുവിട്ടതിനെതിരെ നടത്തിയ സമരമാണ് ഈ പോസ്റ്റർ. പിന്നെ സ്ത്രീകൾ മരം ചുറ്റിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. അതെന്താ? മരം മുറിക്കലിനെതിരെ സ്ത്രീകളുടെ നേതൃത്വത്തിൽ നടത്തിയ സമരമാണ് ചിപ്കോ പ്രസ്ഥാനം എന്നാണ് ഇതിന് പറയുക. സ്ത്രീകളുടെ നേതൃത്വത്തിൽ നടത്തിയ സമരമാണിത്. അതേപോലെ തന്നെ പുരുഷന്മാർ മദ്യപിക്കുന്നതിനെതിരെ സ്ത്രീകൾ നടത്തിയ സമരമാണ് ഈ കാണുന്നത്. അതേപോലെ സതിക്കെതിരെ, അതായത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ സ്ത്രീ അഗ്നിയിലേക്ക് ചാടി മരിക്കണം എന്നതിനെതിരെ പ്രതിഷേധിച്ച സമരമാണ് ഈ പോസ്റ്ററിൽ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? സ്ത്രീ വിമോചനത്തിന് വേണ്ടി രൂപം കൊണ്ട സമരങ്ങളായിരുന്നു. അപ്പോൾ ടെക്സ്റ്റൈൽസ് മില്ലുകളിൽ നിന്നും സ്ത്രീകളെ ഒഴിവാക്കിയതിനെതിരെ, അതേപോലെ തന്നെ സാങ്കേതിക മാറ്റങ്ങളാൽ സ്ത്രീകളെ പിരിച്ചുവിടുകയുണ്ടായി. അതിനെതിരെ സ്ത്രീകൾ എന്ത് ചെയ്തിരുന്നു? സ്ട്രഗിൾ ചെയ്തിരുന്നു.
അതേപോലെ വുമൺ വർക്കേഴ്സ് ലാക്ക്ഡ് മെറ്റേർണിറ്റി ബെനിഫിറ്റ് ആൻഡ് ചൈൽഡ് കെയർ ഫെസിലിറ്റി. അതായത് സ്ത്രീ തൊഴിലാളികൾക്ക് മെറ്റേർണിറ്റി ബെനിഫിറ്റ് പറഞ്ഞാൽ പ്രസവശേഷം അവർക്ക് പ്രസവാവധി നൽകുക, ശിശു സംരക്ഷണ സൗകര്യങ്ങൾ തുടങ്ങിയ നൽകുന്നതിനൊക്കെ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തിരുന്നു എന്നാ പറയുന്നത്, അതിന് വേണ്ടി സമരം നടത്തിയിരുന്നു. വുമൺ വർക്കേഴ്സ് ലാക്ക്ഡ് മെറ്റേർണിറ്റി ബെനിഫിറ്റ് ആൻഡ് ചൈൽഡ് കെയർ ഫെസിലിറ്റി. അതായത് മെറ്റേണിറ്റി ബെനിഫിറ്റും ചൈൽഡ് കെയർ കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ട ഫെസിലിറ്റികളൊക്കെ കുറവായിരുന്നു. അതിനെതിരെയൊക്കെ അവർ എന്ത് നടത്തിയിരുന്നു, സമരം നടത്തിയിരുന്നു. ദർ വാസ് വേജ് ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ. പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ വേതന വ്യത്യാസം, പുരുഷന് ഒരു സാലറി സ്ത്രീക്ക് മറ്റൊരു സാലറി, അങ്ങനെ സാലറിയിലുള്ള വ്യത്യാസത്തിനെതിരെയൊക്കെ സ്ത്രീകൾ വേജ് ഡിസ്ക്രിമിനേഷനെതിരെ സ്ത്രീകൾ എന്ത് ചെയ്തു എന്നാ പറയുന്നത്, സ്ട്രഗിൾ ചെയ്തു. ആൻഡ് ദെൻ വുമൺ ഫേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ലാക്ക് ഓഫ് ട്രോണിങ് ഓപ്പർച്യൂണിറ്റി അറ്റ് വർക്ക് പ്ലേസസ്. ജോലി സ്ഥലങ്ങളിലെ വിവേചനവും ട്രെയിനിങ് ഓപ്പർച്യൂണിറ്റി അറ്റ് വർക്ക് പ്ലേസസ്. അതായത് ജോലി സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന വിവേചനവും പരിശീലന സൗകര്യങ്ങളുടെ കുറവും അനുഭവിക്കുന്നതിനെതിരെയും ഒക്കെ അവർ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്, സ്ട്രഗിൾ നടത്തിയിരുന്നു. വുമൺ ഫേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ലാക്ക് ഓഫ് ട്രെയിനിങ് ഓപ്പർച്യൂണിറ്റി അറ്റ് വർക്ക് പ്ലേസസ്. ജോലി സ്ഥലങ്ങളിൽ വിവേചനവും പരിശീലന സൗകര്യങ്ങളുടെ കുറവും അനുഭവിച്ചിരുന്നു. അതിനെതിരെയും അവരെന്ത് ചെയ്തു എന്നാണ് പറയുന്നത്, സ്ട്രഗിൾ നടത്തി. ആസ് എ റിസൾട്ട്, ഇതിൻ്റെതോടെ സെപ്പറേറ്റ് വുമൺ ഓർഗനൈസേഷൻ എമർജ്ഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി. അങ്ങനെ ഇതോടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകം സ്ത്രീകൾക്കായിട്ട് സംഘടനകൾ രൂപപ്പെട്ടു. അപ്പം ഇതൊക്കെയാണ് 1970s സ്ത്രീകൾക്കും അനുകൂലമായിട്ടുള്ള മൂവ്മെൻറ്റുകളിൽ പറയാനുള്ളത്. അതായത് 1970കളിൽ സ്ത്രീ പ്രസ്ഥാനത്തിൻ്റെ റീസർജൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. ഇനി നമ്മൾക്ക് എടുക്കാനുള്ള ടോപ്പിക്ക് എമർജൻസ് ഓഫ് ന്യൂ ഓർഗനൈസേഷൻ ആൻഡ് അപ്രോച്ച്. അതായത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പല സമീപനങ്ങളെക്കുറിച്ചാണ്, അപ്രോച്ചുകളെക്കുറിച്ചും അതേപോലെ തന്നെ 1978 സ്ത്രീകൾ ഫേസ് ചെയ്ത ഇഷ്യൂസിനെ കുറിച്ചാണ് ഇനി നമ്മൾക്ക് എടുക്കാനുള്ളത്. അതെന്താ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഹായ് സ്റ്റുഡൻസ്, നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്കാണ് കടക്കുന്നത്. എമർജൻസ് ഓഫ് ന്യൂ ഓർഗനൈസേഷൻ ആൻഡ് അപ്രോച്ച്. അതായത് പുതിയ സംഘടനകളുടെയും അപ്രോച്ചസിൻ്റെയും ആവിർഭാവം. എമർജൻസ് ഓഫ് ന്യൂ ഓർഗനൈസേഷൻ ആൻഡ് അപ്രോച്ച്. പുതിയ സംഘടനകളുടെയും അപ്രോച്ചസ് എന്ന സമീപനങ്ങളുടെയും എമർജൻസ് ആവിർഭാവത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കഷൻ നടത്തുന്നത്. അതിലെ ഓർഗനൈസേഷൻ നോക്കാം. ന്യൂ ഓർഗനൈസേഷൻ ലൈക്ക് സെൽഫ് എംപ്ലോയിഡ് വുമൺ അസോസിയേഷൻ, SEWA എന്ന് പറയും. സെൽഫ് എംപ്ലോയിഡ് വുമൺ അസോസിയേഷൻ, വർക്കിംഗ് വുമൺ ഫോറം ആൻഡ് ശ്രാമിക മഹിളാ സംഘടന വേർ ഫോംഡ്. ഇപ്പൊ ഏതൊക്കെയാണ് വുമൺ ഓർഗനൈസേഷൻസുകള്? ന്യൂ ഓർഗനൈസേഷൻ ലൈക്ക് സെൽഫ് എംപ്ലോയിഡ് വുമൺ അസോസിയേഷൻ, വർക്കിംഗ് വുമൺ ഫോറം ആൻഡ് ശ്രാമിക് മഹിളാ സംഘടന വേർ ഫോംഡ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പുതിയ സ്ത്രീ സംഘടനകളായിട്ട് അറിയപ്പെടുന്നത്. They focused on women workers in the unorganized sector. അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതാ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്കാണ് ഇവ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അപ്പൊ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന സ്ത്രീ തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഈ മുകളിൽ കൊടുത്ത സംഘടന കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിച്ചത്. സെൽഫ് എംപ്ലോയിഡ് വുമൺ അസോസിയേഷൻ, വർക്കിംഗ് വുമൺ ഫോറം, ശ്രാമിക് മഹിളാ സംഘടന, ഇവയൊക്കെ ശ്രദ്ധിച്ചത് എന്ത് കാര്യത്തിനാണ്? അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീ തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത്. മെയിൻ ഇഷ്യൂസ് ടേക്കൺ അപ്പ് വേജ്, വർക്കിംഗ് കണ്ടീഷൻ, എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഹെൽത്ത് അസാർഡ്. അതേപോലെ തന്നെ പ്രധാന പ്രശ്നങ്ങളായിട്ട് അറിയപ്പെട്ടിരുന്നത് വേതനം, ജോലി സാഹചര്യങ്ങൾ,
ചൂഷണം, ആരോഗ്യപരമായിട്ട് ഉണ്ടാകുന്ന ഹെൽത്ത് അസാർഡുകൾ, ഹെൽത്ത് അപകടങ്ങൾ തുടങ്ങിയ ഇവരുടെ പ്രശ്നങ്ങൾക്ക് അപ്പൊ ഇതൊക്കെ സ്ത്രീകൾ ഫേസ് ചെയ്തിരുന്ന ഇഷ്യൂസുകളായിരുന്നു. വേജ് പ്രശ്നം, പൊതുവെ സ്ത്രീകൾക്ക് കുറഞ്ഞ കൂലിയാണ് അവിടെ എല്ലായിടത്തും കൊടുത്തിരുന്നത്. പുരുഷന്റെ അത്ര സാലറി സ്ത്രീകൾക്ക് കൊടുത്തിരുന്നില്ല, വേജ് കൊടുത്തിരുന്നില്ല. അപ്പൊ ആ വേജ് ഇഷ്യൂസ്, വർക്കിംഗ് കണ്ടീഷൻസ്, എക്സ്പ്ലോയിറ്റേഷൻ, ഹെൽത്ത് അസാർഡ്, ഈ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഈ സംഘടനകൾ ചർച്ച ചെയ്തത് എന്നാണ്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു അറുതി വരുത്താനാണ് ഈ ന്യൂ വുമൺ ഓർഗനൈസേഷൻസ് ശ്രമിച്ചിരുന്നത്. റിസർച്ച് ഹെൽപ്ഡ് ഡെവലപ്പ് സ്ട്രാറ്റജി ടു സോൾവ് പ്രോബ്ലംസ് ഓഫ് പുവർ റൂറൽ ആൻഡ് അർബൻ വുമൺ വർക്കേഴ്സ്. അതേപോലെ ഗ്രാമീണ നഗരപ്രദേശങ്ങളിലെ ദരിദ്രരായ വനിതാ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ സംഘടനകൾ ശ്രമിച്ചു. റിസർച്ച് ഹെൽപ്ഡ് ഡെവലപ്പ് സ്ട്രാറ്റജി ടു സോൾവ് പ്രോബ്ലംസ് ഓഫ് പുവർ റൂറൽ ആൻഡ് അർബൻ വുമൺ വർക്കേഴ്സ്. ഗ്രാമീണ നഗര പ്രദേശങ്ങളിലെ ദരിദ്രരായ വനിതാ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ ഒരു സംഘടനകൾ ശ്രമിച്ചിരുന്നു. The anti-price rise movement 1973-74 united women organization from different political party. അങ്ങനെ 1973-74 വിലക്കയറ്റ വിരുദ്ധ സമരം, ആന്റി പ്രൈസ് റൈസ് മൂവ്മെന്റ്. ആന്റി പ്രൈസ് റൈസ് മൂവ്മെന്റ് എന്താ? വിലക്കയറ്റ വിരുദ്ധ സമരം വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ വനിതാ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. അപ്പോ 73-74 കാലഘട്ടത്തില് വിലക്കയറ്റ വിരുദ്ധ സമരം എന്ന പേരില് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ വനിതാ സംഘടനകൾ ഒന്നിച്ചു ചേർന്ന് നടത്തിയിരുന്നു എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് ന്യൂ ഓർഗനൈസേഷൻ, പുതിയ വനിതാ സംഘടനകളും ആ വനിതാ സംഘടനകളുടെ പ്രവർത്തനങ്ങളുമായിട്ട് അറിയപ്പെടുന്നത്. അടുത്തത് അപ്രോച്ച്, സമീപനങ്ങളാണ് പറയുന്നത്. ഈ സംഘടനകളുടെ സമീപനങ്ങൾ എന്താണെന്നാണ് പറയുന്നത്. In the late 1970s, many women organizations were formed independently. 1970കളുടെ അവസാനം സ്വതന്ത്ര വനിതാ സംഘടനകൾ രൂപപ്പെട്ടു. In the late 1970s, many women organizations were formed independently. Independently എന്താ? സ്വതന്ത്രമായ, അതായത് 1970കളുടെ അവസാനത്തോടു കൂടി ഒരുപാട് സ്വതന്ത്രമായിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വുമൺ ഓർഗനൈസേഷനുകൾ ഫോം ചെയ്തു. These were called autonomous women organization. ഇവയെ സ്വയംഭരണ വനിതാ സംഘടനകൾ എന്നാണ് അറിയപ്പെട്ടത്. These were called autonomous women organization. ഇവയെ ഏത് പേരിലാണ് അറിയപ്പെട്ടത്? സ്വയംഭരണ വനിതാ സംഘടനകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അടുത്തത്, they were not linked to political parties or trade unions. ഇവ രാഷ്ട്രീയ പാർട്ടികളുമായോ ട്രേഡ് യൂണിയനുകളുമായോ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. they were not linked to political parties or trade unions. ഇവ രാഷ്ട്രീയ പാർട്ടികളുമായും ട്രേഡ് യൂണിയൻ വ്യാപാര സംഘടനകളുമായിട്ടും എന്തുണ്ടായിരുന്നില്ല? ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. they rejected old welfare based approach. അതേപോലെ തന്നെ പഴയ ക്ഷേമ അതേപോലെ തന്നെ ഓൾഡ് വെൽഫെയർ, പഴയ ക്ഷേമ പ്രവർത്തനങ്ങൾ ഇവർ എന്ത് ചെയ്തു? നിരസിച്ചു. ദേ റിജക്റ്റഡ് ഓൾഡ് വെൽഫെയർ ബേസ്ഡ് അപ്രോച്ച്. പഴയ രീതിയിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ഇവർ റിജക്ട് ചെയ്യാണ് ചെയ്തത്. ദേ അഡോപ്റ്റഡ് പ്രൊട്ടസ്റ്റ് പൊളിറ്റിക്സ് ടു മൊബിലൈസ് വുമൺ ഓൺ സ്പെസിഫിക് ഇഷ്യൂ. പ്രത്യേക പ്രശ്നങ്ങളിൽ സ്ത്രീകളെ ഏകോപിപ്പിക്കാൻ പ്രതിഷേധ രാഷ്ട്രീയമാണ് ഇവർ സ്വീകരിച്ചത്. They adopted protest politics to mobilize women on specific issue. സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ അവരുടെ പ്രത്യേക പ്രശ്നങ്ങളെ ഏകോപിപ്പിക്കാൻ പ്രതിഷേധ രാഷ്ട്രീയമാണ് ഇവ സ്വീകരിച്ചിരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ന്യൂ ഓർഗനൈസേഷൻ ആൻഡ് അപ്രോച്ച് എന്ന ടോപ്പിക്കിൽ ഡിസ്കഷൻ ചെയ്യാനുണ്ടായിരുന്നത്. ഇനി നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ എടുക്കാനുള്ളത് ഇഷ്യൂ ബേസ്ഡ് ഓൺ മൂവ്മെന്റ് ഇൻ 1970-1980. 1970-80 കാലഘട്ടത്തിൽ സ്ത്രീകൾ ഫേസ് ചെയ്തിരുന്ന പല ഇഷ്യൂസുകളാണ് നമുക്കിനി ഡിസ്കഷൻ നടത്താനുള്ളത്. ആന്റി ഡൗറി മൂവ്മെന്റ്, ആന്റി സതി മൂവ്മെന്റ്, ആന്റി റേപ്പ് മൂവ്മെന്റ്. അതായത് സ്ത്രീകൾ നേരിട്ട പ്രശ്നങ്ങൾ,
സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി രൂപം കൊടുത്ത മൂവ്മെന്റുകളെ കുറിച്ചാണ്. ആന്റി ഡൗറി മൂവ്മെന്റ് പറഞ്ഞാൽ സ്ത്രീധന നിരോധന നിയമം. ആന്റി സതി മൂവ്മെന്റ് പറഞ്ഞാല് സതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുണ്ടാവും, ഭർത്താവിന്റെ ചിതയിലേക്ക് സ്ത്രീ ചാടി മരിക്കുക, അതിനെതിരെയുള്ള മൂവ്മെന്റ്. ആന്റി റേപ്പ് മൂവ്മെന്റ്, സ്ത്രീകളെ പല സാഹചര്യങ്ങളിലും സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെടാറുണ്ട്, അപ്പൊ അത് തടയുന്നതിന് വേണ്ടിയുള്ള മൂവ്മെന്റ്. ഇതൊക്കെ 1970-80 കാലഘട്ടത്തിൽ രൂപം കൊടുത്ത മൂവ്മെന്റുകളാണ്. ഇതിനെ കുറിച്ചാണ് നമുക്കിനി ഡിസ്കഷൻ നടത്താനുള്ളത് കേട്ടോ. ഓക്കെ, ഹായ് സ്റ്റുഡൻസ്. അപ്പം നമ്മൾ അടുത്തതായിട്ട് എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഇഷ്യൂ ബേസ്ഡ് മൂവ്മെന്റ് 1970s ആൻഡ് 1980s. 1970കളിലും 1980കളിലും അതായത് പ്രധാനപ്പെട്ട സ്ത്രീ പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കഷൻ നടത്തുന്നത്. ഇഷ്യൂ ആ പ്രസ്ഥാനങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസുകളുമാണ് നമ്മളിവിടെ ഡിസ്കഷൻ നടത്തുന്നത്. അപ്പം എന്തൊക്കെയാണ് ആ ഒരു 1970ലും 80ലും ഉള്ള പ്രധാനപ്പെട്ട സ്ത്രീ പ്രസ്ഥാനങ്ങളിലെ ഇഷ്യൂസ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഫസ്റ്റ് വൺ, അതായത് വുമൺ ഓർഗനൈസേഷൻ റൈസ്ഡ് ഇഷ്യൂസ് ലൈക്ക് ഡൗറി, ഡൊമസ്റ്റിക് വയലൻസ്, വർക്ക് പ്ലേസ്, ഡിസ്ക്രിമിനേഷൻ, റേപ്പ് ആൻഡ് മർഡർ. പ്രധാനമായും സ്ത്രീകൾക്ക് വേണ്ടി ഓർഗനൈസേഷൻ ഉയർന്നു വരാനുണ്ടായ കാരണം എന്ന് പറയുന്നത് എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണ്? വുമൺ ഓർഗനൈസേഷൻ റൈസ്ഡ് ഇഷ്യൂ, അതായത് വനിതാ സംഘടനകൾ വളർന്നു വരാനുള്ള കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഡൗറി പറഞ്ഞാൽ എന്താ? സ്ത്രീധന പ്രശ്നം. അതേപോലെ ഡൊമസ്റ്റിക് വയലൻസ്, ഗാർഹിക പീഡനം, വർക്ക് പ്ലേസ്, ജോലി സ്ഥലങ്ങളിലുള്ള വിവേചനം, ഡിസ്ക്രിമിനേഷൻ, ചൂഷണം, റേപ്പ്, ബലാത്സംഗം, മർഡർ, കൊലപാതകം തുടങ്ങിയ പ്രശ്നങ്ങൾ കാരണമാണ് ഈ സ്ത്രീകളുടെ സംഘടനകൾ ഉയർന്നു വന്നത്. ഇപ്പോൾ വുമൺ ഓർഗനൈസേഷൻ റൈസ് ചെയ്യപ്പെടാനുണ്ടായ കാരണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ വനിതാ സംഘടനകൾ രൂപം കൊള്ളാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഡൗറി സിസ്റ്റവും ഡൊമസ്റ്റിക് വയലൻസും വർക്ക് പ്ലേസിലുണ്ടാകുന്ന ചൂഷണങ്ങളും ഡിസ്ക്രിമിനേഷനും റേപ്പ് ആൻഡ് മർഡർ, അതേപോലെ തന്നെ ബലാത്സംഗവും മർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊലപാതകവും, ഇത്തരം ഇഷ്യൂസൊക്കെയാണ് വനിതാ സംഘടനകൾ ഉയർന്നു വരാനുണ്ടായ കാരണം. Movements were started in cities like Delhi, Mumbai, Hyderabad and Patna. ആദ്യ കാലഘട്ടങ്ങളിൽ ഈ സ്ത്രീ സംഘടനകൾ ഉയർന്നു വന്നത് ഏതൊക്കെ നഗരങ്ങളിലായിരുന്നു? അതേപോലെ ഏത് സ്റ്റേറ്റിലായിരുന്നു ഇന്ത്യയിലെ? ഡൽഹി, മുംബൈ, ഹൈദരാബാദ്, പാട്ന തുടങ്ങിയ സ്റ്റേറ്റുകളിലാണ് ഇത്തരത്തിലുള്ള സംഘടനകൾ സ്ത്രീകൾക്ക് വേണ്ടി ഉയർന്നു വന്നതെങ്കിൽ ഇന്ന് എല്ലായിടത്തും സ്ത്രീ സംഘടനകളുണ്ട് കേട്ടോ. ആൻഡ് ദെൻ സിവിൽ റൈറ്റ് ഗ്രൂപ്പ് ആൾസോ സപ്പോർട്ടഡ് ദ മൂവ്മെന്റ്. അതുകൊണ്ട് തന്നെ സിവിൽ റൈറ്റ് സംഘടനകളും ഈ മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഇനി നമ്മൾ എന്തൊക്കെയാണ് സ്ത്രീകൾ ഫേസ് ചെയ്തിരുന്ന പ്രശ്നം? അതേപോലെ സ്ത്രീകൾ ഫേസ് ചെയ്തിരുന്ന പ്രശ്നമായിരുന്നു ഡൗറി. അതായത് ഡൗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീധനം നൽകപ്പെടുക. അതിനെതിരെയാണ് ആദ്യം ഉയർന്നു വന്ന മൂവ്മെന്റ്. സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, വുമൺസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി രൂപം കൊണ്ട ഫസ്റ്റ് വുമൺ ഓർഗനൈസേഷനാണ് ആന്റി ഡൗറി മൂവ്മെന്റ്. എന്താ ആന്റി ഡൗറി മൂവ്മെന്റ് പറഞ്ഞാല്? അതായത് ഡൗറി ഇല്ലാതാക്കുന്നതിനുള്ള പ്രസ്ഥാനം. വുമൺ ഗ്രൂപ്പ് ക്യാമ്പയിൻഡ് എഗെയിൻസ്റ്റ് ഡൗറി ഡെത്ത്. വനിതാ സംഘടനകള് ഈ ഒരു വുമൺ ഗ്രൂപ്പ് ക്യാമ്പയിൻഡ് ഡൗറി, സ്ത്രീധന മരണത്തിനെതിരെ സ്ത്രീകളുടെ ഒരു ഗ്രൂപ്പ് തന്നെ ഇന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട്. അതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നുണ്ട്. അതേപോലെ പിന്നെന്താ പറയുന്നത്? കാരണം ഡൗറി മരണങ്ങൾക്കെതിരെ വനിതാ സംഘടനകൾ ഇന്ന് വളരെയധികം ക്യാമ്പയിനുകൾ എന്ന് പറഞ്ഞാൽ എന്താ? അതിനെതിരെ ശക്തമായിട്ട് അവർ സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. വുമൺ ഗ്രൂപ്പ് ക്യാമ്പയിൻഡ് എഗെയിൻസ്റ്റ് ഡൗറി ഡെത്ത്, അതായത് സ്ത്രീധന മരണത്തിനെതിരെ ഇന്ന് സ്ത്രീ സംഘടനകൾ ശക്തമായി എതിർക്കുന്നുണ്ട്. ആൻഡ് ദെൻ അടുത്തത് ദഹേജ് വിരോധി ചേത്ന മഞ്ച്.
ദഹേജ് വിരോധി ചേത്ന മഞ്ച്. എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹിന്ദി വേർഡാണ്. ഡൽഹിയിലാണ് ഈ ഒരു സ്ത്രീകൾക്ക് വേണ്ടി രൂപം കൊണ്ട സംഘടനയാണ് കേട്ടോ. അത് എന്താണ്? ഡൽഹി രൂപം കൊണ്ട ദഹേജ് വിരോധി ചേതന മഞ്ച് എന്നൊരു പേരിലെ ഒരു സ്ത്രീ സംഘടന ഡൽഹി രൂപം കൊണ്ടു. അതിൻ്റെ ഭാഗമായിട്ട് ഡൗറി പ്രോഹിബിഷൻ, അതായത് സ്ത്രീധനം കൊടുക്കുന്നത് തടയുന്നതിന് വേണ്ടി ഒരു ആക്ട് രൂപം കൊടുത്തു, ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നു. സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും നിയമപരമായി ശിക്ഷാർഹമാണ്. ഒരു സ്ത്രീ എന്ന് പറയുന്നതിൽ സ്ത്രീയാണ് അവിടെ ധനം, അല്ലാതെ അവളുടെ സ്വത്തല്ല, അവളുടെ ആസ്തിയല്ല അവളുടെ ധനം. സ്ത്രീയെ ധനമായി കാണണം, അവിടെ സ്ത്രീയാണ് ധനം, അല്ലാതെ സ്ത്രീയുടെ ധനം വാങ്ങിയിട്ട് സ്ത്രീയെ വിവാഹം കഴിക്കലല്ല വിവാഹം. അതിന് വിവാഹം എന്ന് പറയില്ല. അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ രൂപം കൊണ്ട ദഹേജ് വിരോധി ചേതന മഞ്ച് എന്ന പേരിലുള്ള ഈ ഒരു സംഘടന ഡൗറിയെ പ്രോഹിബിഷൻ ചെയ്തുകൊണ്ട് ഒരു ആക്ട് പാസ്സാക്കി, അമെൻമെൻറ്റ് നടപ്പാക്കി എന്ന 1984 1984. അങ്ങനെ ഡൗറി ഡെത്ത് കണ്ടിന്യൂഡ് ഡെസ്പൈറ്റ് ദ ലോ, അങ്ങനെ നിയമം ഉണ്ടായിട്ടും അതുകൊണ്ട് ഡൗറി കൊടുക്കുന്നത് വളരെയധികം ശിക്ഷ, കൊടുക്കുന്നതും വാങ്ങുന്നതും വളരെയധികം തെറ്റാണ് എന്ന നിയമം ഉണ്ടായിട്ട് പോലും ഇന്നും എന്ത് നിലനിൽക്കുന്നുണ്ട്? ഡൗറി ഡെത്ത്, സ്ത്രീധന മരണങ്ങൾ ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീധന മരണങ്ങൾ നിലനിൽക്കാനുള്ള കാരണവും നമ്മൾ തന്നെയാണ്. നമ്മളത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ മക്കൾക്ക് നമ്മൾ അവർക്ക് ജീവിക്കാനുള്ള വീടോ സ്ഥലമോ അവരുടെ പേരിലാക്കി വെക്കേണ്ട ആവശ്യമുള്ളൂ. ഒരുപാട് സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള ഗോൾഡും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് അത്യാവശ്യം അണിയാനുള്ളൊരു ആഭരണങ്ങൾ മാത്രം നൽകുകയാണ് വേണ്ടത്. പക്ഷേ ഇന്നും നമ്മുടെ സമൂഹത്തിൽ അമിതമായി കുട്ടികളിലേക്ക് വിവാഹം കഴിച്ചയക്കുന്ന പെൺകുട്ടിക്ക് ഒരുപാട് സ്ത്രീധനം കൊടുക്കുമ്പോഴാണ് അവരെന്ത് ചെയ്യപ്പെടാൻ കാരണമാകുന്നത്? മരണപ്പെടാൻ കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ 1984 സ്ത്രീധന നിരോധന നിയമപ്രകാരം സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും ശിക്ഷാർഹമാണ്. മാത്രമല്ല, എന്നിട്ട് ഈ നിയമം നിലനിന്നിട്ട്, ഈ ലോ നിലനിന്നിട്ട് പോലും നമ്മുടെ സമൂഹത്തിൽ എന്ത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്? സ്ത്രീധന മരണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതാണ് ഡൗറി മൂവ്മെന്റ് എന്ന് പറയുന്നത്. സ്ത്രീധനത്തിനെതിരെ രൂപം കൊണ്ട മൂവ്മെന്റാണ്. ഡൽഹിയിലാണ് ആദ്യം ഈ ഒരു മൂവ്മെന്റ് രൂപം കൊണ്ടത്. പിന്നീടാണ് ഇത് പ്രാബല്യത്തിൽ വന്നത്. അടുത്തതാണ് ആന്റി ഫതി മൂവ്മെന്റ്. എന്താ ആന്റി ഫതി മൂവ്മെന്റ്? ഫതി വിരുദ്ധ പ്രസ്ഥാനം. ഫതി എന്ന് പറഞ്ഞാൽ എന്താ? ഭർത്താവിൻ്റെ ചിതയിലേക്ക് ഭാര്യ ചാടി മരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മളുടെ സമൂഹത്തിൽ. അതിനെതിരെ ഉയർന്നു വന്ന മൂവ്മെൻ്റാണ് ആൻറ്റി ഫതി മൂവ്മെൻറ്റ്. മാത്രമല്ല, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ സ്ത്രീ ആടയാഭരണങ്ങളൊന്നും ധരിക്കാൻ പാടില്ല, പുറത്തേക്ക് പോകാൻ പാടില്ല, ജോലി ചെയ്യാൻ പാടില്ല, അങ്ങനത്തെയൊക്കെ ഒരുപാട് ദുരാചാരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്നു. അതിനെതിരെ ഉയർന്നു വന്ന മൂവ്മെൻ്റാണ് ആൻറ്റി ഫതി മൂവ്മെൻറ്റ്. അപ്പോൾ ഫതി വാസ് അബോളിഷ്ഡ് ഇൻ 1829. 1829 ഫതി നിർത്തലാക്കിയത്. അതേപോലെ തന്നെ പിന്നെ രൂപ കൻവർ ഡെത്ത് ഇൻ 1988 ലെഡ് ടു പ്രൊട്ടസ്റ്റ്. 1988 രൂപ കൻവറിൻ്റെ മരണത്തെ തുടർന്നാണ് ഈ ഒരു പ്രതിഷേധം ഉണ്ടായത്. ഫതി നിർത്തലാക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിഷേധം ആരുടെ മരണത്തോടെയായിരുന്നു? രൂപ കൻവറിൻ്റെ മരണത്തോടെയായിരുന്നു. കമ്മീഷൻ ഓഫ് ഫതി പ്രിവെൻറ്റേഷൻ ആക്ട് വാസ് പാസ്ഡ്. അങ്ങനെ പിന്നീട് ഫതി നിർത്തലാക്കിക്കൊണ്ടുള്ള ആക്ട് പാസ്സാക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ അടുത്തതാണ് ആൻറ്റി റേപ്പ് മൂവ്മെൻറ്റ്, ബലാത്സംഗ വിരുദ്ധ പ്രസ്ഥാനം. പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് സുപ്രീം കോർട്ട് ജഡ്ജ്മെൻറ്റ് ഇൻ എ റേപ്പ് കേസ്. സുപ്രീം കോടതി വിധിക്കെതിരെ പ്രതിഷേധം നടന്നിരുന്നു. എന്തിന്? ഈ റേപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്. 1983 ക്രിമിനൽ ലോ അമെൻമെൻറ്റ് ആക്ട് വാസ് പാസ്ഡ്. അങ്ങനെ 1983 റേപ്പ് എന്ന് പറയുന്നത് എന്തായി ഇതാക്കപ്പെട്ടു, ഭേദഗതി കൊണ്ടുവന്നു. അതായത് ക്രിമിനൽ നിയമമായിട്ട് ഇതിനെ പാസ്സാക്കി. കാരണം അതും ഒരു ക്രിമിനൽ കുറ്റാണ്. അതിനെയും ആരുടെയും സമ്മതമില്ലാതെ ഏതൊരു വ്യക്തിയെയും റേപ്പ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് ക്രിമിനൽ ലോവായിട്ട് നമ്മളുടെ ഭേദഗതിയിൽ ഉൾപ്പെടുത്തി.
മൂവ്മെന്റ് ഗെയിൻഡ് മൊമെന്റം ആഫ്റ്റർ ദ നിർഭയ കേസ് ഇൻ ഡൽഹി. ഡൽഹിയിലെ നിർഭയ കേസിന് ശേഷം ഈ പ്രസ്ഥാനം ശക്തമാകുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നിർഭയ കേസ്. അപ്പം ഈ ബലാത്സംഗം ചെയ്ത് ഒരു കന്യാസ്ത്രീയെ കൊന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസാണ് നിർഭയ കേസ്. അപ്പോൾ ഈ ഡൽഹിയിൽ നടന്ന നിർഭയ കേസ് ഇതിനൊരു ഈ ഒരു റേപ്പിംഗ് ഒരു ക്രിമിനൽ ആറ്റിറ്റ്യൂഡാണ് എന്ന രീതിയിലേക്ക് കൊണ്ടുവന്നത് ഏതിലൂടെയാണ്? ഈ ഒരു കേസിലൂടെയാണ്. ഇതാണ് ആൻറ്റി റേപ്പ് മൂവ്മെൻറ്റിലൂടെ നമുക്ക് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇഷ്യൂ ബേസ്ഡ് മൂവ്മെൻ്റ് ആയിട്ട് നമുക്ക് ഡിസ്കഷൻ നടത്താനുള്ളത്. ഇനി നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് പറയാനുള്ളത് വുമൺ മൂവ്മെൻറ്റ്സ് ഇൻ ദ കണ്ടംപററി പീരിയഡ്. കണ്ടംപററി കാലഘട്ടത്തിലെ വുമൺസ് മൂവ്മെൻറ്റ്സിനെ കുറിച്ചാണ് കേട്ടോ. എന്തൊക്കെയാണ് അതിൽ പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഹൈ സ്റ്റുഡൻസ്. അപ്പോൾ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നത്. വുമൺസ് മൂവ്മെൻറ്റ് ഇൻ ദ കണ്ടംപററി പീരിയഡ്, അതായത് ആധുനിക കാലഘട്ടത്തിലെ വുമൺസ് മൂവ്മെൻറ്റ്സുകൾ എങ്ങനെയായിരുന്നു എന്നാണ് ഇവിടെ ഡിസ്കഷൻ ചെയ്യുന്നത്. ആധുനിക കാലഘട്ടത്തിൽ കണ്ടംപററി പീരിയഡിലെ വുമൺസ് മൂവ്മെൻറ്റ് എത്രത്തോളം നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നും ആ സ്വാധീനം നമ്മളിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് കൊണ്ടുവന്നത് എന്നൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കഷൻ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, കണ്ടംപററി വുമൺസ് മൂവ്മെൻറ്റ് എയിം ടു എൻഡ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ഇൻഇക്വാലിറ്റി ആൻഡ് വയലൻസ്. അതായത് കണ്ടംപററി ആധുനിക കാലഘട്ടത്തിലെ സ്ത്രീ പ്രസ്ഥാനങ്ങൾ ലിംഗവിവേചനം, അസമത്വം, സ്ത്രീകൾക്കെതിരായ പീഡനം എന്നിവ അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് രൂപം കൊണ്ടത്. അവരുടെ ലക്ഷ്യം. അപ്പോൾ ആധുനിക കാലഘട്ടത്തിലെ വുമൺസ് മൂവ്മെൻറ്റിൻ്റെ ലക്ഷ്യം, എയിം എന്ന് പറയുന്നത് എന്തെന്നെയാണ്? ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, സ്ത്രീ വിവേചനവും, ഇൻഇക്വാലിറ്റി, അസമത്വവും, വയലൻസ്, അക്രമവും, സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം, ഇതൊക്കെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കണ്ടംപററി പീരിയഡിൽ വുമൺ മൂവ്മെൻറ്റ്സുകൾ രൂപം കൊണ്ടത്. ഇതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ കണ്ടംപററി വുമൺസ് മൂവ്മെൻറ്റിൻ്റെ എയിം എന്ന് പറയുന്നത് ജെൻഡർ ഡിസ്ക്രിമിനേഷനും ഇൻഇക്വാലിറ്റിയും വയലൻസ് ഒക്കെ ഇല്ലാതാക്കുക എന്നതായിരുന്നു. ആൻഡ് ദെൻ NGOs ആൻഡ് സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ പ്ലേഡ് ആൻ ഇമ്പോർട്ടൻ്റ് റോൾ. NGOകളും സിവിൽ സൊസൈറ്റികളും പ്രധാന പങ്ക് വഹിച്ചു. അതുകൊണ്ട് തന്നെ NGOസുകളും സിവിൽ സൊസൈറ്റികളൊക്കെ ഈ ഒരു സംഘടനയിൽ വളരെയധികം റോള് വഹിച്ചു എന്നാണ് പറയുന്നത്. US ഫെമിനിസ്റ്റ് യൂസ്ഡ് ദ സ്ലോഗൻ The personal is political from the 1950s. അതായത് 1960കളിൽ അമേരിക്കൻ ഫെമിനിസ്റ്റുകൾ ദ പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ, വ്യക്തിപരമായത് രാഷ്ട്രീയമാണ് എന്നാണ് മുദ്രാവാക്യം ഉയർത്തിക്കാണിച്ചത്. അപ്പോൾ അമേരിക്കൻ ഫെമിനിസ്റ്റുകളായിട്ടുള്ള സ്ത്രീകൾ പേഴ്സൺ ഈസ് പൊളിറ്റിക്, വ്യക്തികൾ എങ്ങനെ ആയിരിക്കണം? രാഷ്ട്രീയമായിരിക്കണം എന്ന് അവർ ഈ ഒരു കണ്ടംപററി വുമൺസ് മൂവ്മെൻറ്റിൽ അഭിപ്രായപ്പെട്ടു. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, ലിബറൽ ആൻഡ് റാഡിക്കൽ ഫെമിനിസം ചലഞ്ചഡ് പാട്രിയാർക്കി. അതേപോലെ തന്നെ ലിബറൽ, റാഡിക്കൽ ഫെമിനിസം, പാട്രിയാർക്കി, പിതൃദായകത്വം തുടങ്ങിയൊക്കെ ചലഞ്ച് ചെയ്തു പറഞ്ഞാൽ എന്താ? വെല്ലുവിളിച്ചു. ലിബറൽ ആൻഡ് റാഡിക്കൽ ഫെമിനിസം ചലഞ്ചഡ് പാട്രിയാർക്കി. അപ്പോൾ ലിബറലും റാഡിക്കൽ ഫെമിനിസവും എന്തിനെയാണ് ചലഞ്ച് ചെയ്തത്? പാട്രിയാർക്കി, പിതൃദായകത്തെ, പുരുഷാധിപത്യത്തെ ചലഞ്ച് ചെയ്തു. ഇൻ ഇന്ത്യ മൂവ്മെന്റ് അഡ്രസ്ഡ് കാസ്റ്റ്, ക്ലാസ്, ജെൻഡർ, എൻഡിനിഫിറ്റി ആൻഡ് റിലീജിയൻ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഈ പ്രസ്ഥാനങ്ങൾ, മൂവ്മെൻറ്റ്സുകളെ ജാതി, വർഗം, ജെൻഡർ, എൻഡിനിഫിറ്റി, റിലീജിയൻ തുടങ്ങിയ വിഷയങ്ങളെയൊക്കെ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? അഡ്രസ്സ് ചെയ്തു, കൈകാര്യം ചെയ്തു. ആൻഡ് ദെൻ അടുത്ത പോയിന്റ്, ദളിത് വുമൺ മൂവ്മെൻറ്റ് ഫോക്കസ്ഡ് ഓൺ എത്നിക് ആൻഡ് സോഷ്യൽ ഇഷ്യൂ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ദളിത് ഇത്തരം പ്രസ്ഥാനങ്ങൾ ജാതി, വർഗം, ലിംഗം, വംശീയത, മതം തുടങ്ങിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്തു. മാത്രമല്ല ദളിത് വനിതാ പ്രസ്ഥാനം ജാതി പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചു. അതായത് ദളിത് വുമൺ മൂവ്മെൻറ്റ് ഫോക്കസ്ഡ് ഓൺ എത്നിക് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്. ദളിത് വനിതാ പ്രസ്ഥാനങ്ങൾ ജാതി പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചു. ടെമ്പിൾ എൻട്രി മൂവ്മെൻറ്റ് ആൻഡ് മൂവ്മെൻറ്റ് അഗെയിൻസ്റ്റ് ട്രിപ്പിൾ തലാഖ് ആർ ഇമ്പോർട്ടൻ്റ് എക്സാമ്പിൾ. അതേപോലെ ടെമ്പിൾ എൻട്രി മൂവ്മെൻറ്റ്, ക്ഷേത്രപ്രവേശന പ്രസ്ഥാനവും
തലാക്ക് വിരുദ്ധ പ്രസ്ഥാനവും പ്രധാന ഉദാഹരണങ്ങളായിട്ടാണ് ഇവിടെ കണക്കാക്കുക. തലാക്ക് എന്ന് പറഞ്ഞാൽ 3 തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ ബന്ധം ഒഴിഞ്ഞു എന്നൊരു രീതി ഉണ്ടായിരുന്നു. അതിനെതിരെയൊക്കെ ഈ ഒരു സ്ത്രീ മൂവ്മെന്റുകൾ പ്രതികരിച്ചു എന്നാണ് പറയുന്നത്. ക്ഷേത്ര പ്രവേശനവും അതേപോലെ തന്നെ മൂവ്മെന്റ് എഗെയിൻസ്റ്റ് ട്രിപ്പിൾ തലാക്ക് പറഞ്ഞാൽ 3 തലാക്ക്, അതിനെതിരെയൊക്കെ ഈ വുമൺ മൂവ്മെന്റുകൾ പ്രതികരിച്ചിരുന്നു. ഇന്ത്യ ഫേസസ് സ്ട്രോങ് പാട്രിയാർക്കി, പുവർ ആൻഡ് മാർജിനലൈസ്ഡ് വുമൺ സഫർ ഡബിൾ ഒപ്രഷൻ. അതേപോലെ തന്നെ ഇന്ത്യയിലെ പാട്രിയാർക്കി പറഞ്ഞാൽ പിതൃദായകത്വം വളരെ ശക്തമാണ്. ദരിദ്രരും പിന്നോക്ക വിഭാഗത്തിലുള്ള സ്ത്രീകൾ ഇരട്ട പീഡനമാണ് അനുഭവിച്ചിരുന്നത്. അപ്പം അതിനെതിരെയൊക്കെ ഈ ഒരു കണ്ടംപററി പീരിയഡിലുള്ള വുമൺസ് മൂവ്മെന്റുകൾ എതിർത്തിരുന്നു എന്നാണ് പറയുന്നത്. റൂറൽ സൊസൈറ്റി സ്റ്റിൽ ഫേസസ് ജെൻഡർ ഇൻഈക്വാലിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷൻ. ഗ്രാമീണ സമൂഹത്തിൽ ഇന്നും ലിംഗ അസമത്വവും വിവേചനവും നിലനിൽക്കുന്നുണ്ട്. അപ്പം അതിനൊക്കെ എതിരെ ആര് ശബ്ദമുയർത്തുന്നുണ്ട്? കണ്ടംപററി പീരിയഡിലുള്ള വുമൺസ് മൂവ്മെന്റുകൾ ശക്തമായി എതിർക്കുന്നുണ്ട്. ഗ്രാമീണ മേഖലയിൽ ഇന്നും ജെൻഡർ ഇൻഈക്വാലിറ്റിയും ഡിസ്ക്രിമിനേഷനും ഫേസ് ചെയ്യുന്നുണ്ട്. അതിനെതിരെയൊക്കെയാണ് കണ്ടംപററി വുമൺസ് മൂവ്മെന്റ് എതിർക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് എടുക്കാനുണ്ടായിരുന്നത്. ഇനി നമ്മൾക്ക് അതായത് ഈ ബ്ലോക്ക് 2 തന്നെ ഒരു ചാപ്റ്റർ കൂടി പറയാനുണ്ട്. വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ്, തൊഴിലാളി പ്രസ്ഥാനത്തെ കുറിച്ചാണ് നമുക്ക് ഡിസ്കഷൻ നടത്താനുള്ളത് 11ാമത്തെ യൂണിറ്റിൽ. പിന്നെ ബ്ലോക്ക് 3 3 യൂണിറ്റും കൂടി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ബുക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ 11ാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ.